പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ജീസസ് ഫാമിലി ആരാധനയിൽ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ആഴ്ചയുടെ എല്ലാ ദിനങ്ങളിലും ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കുവാനും പ്രവർത്തിപ്പാനും നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെയും നമ്മളെവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ പരിപാലനത്തിൽ നമുക്കായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപകളെ നൽകി. ഇന്ന് ഉയർപ്പിൻ്റെ പകൽ ദൈവസന്നിധിയിൽ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ, വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൃത്യമായി നമ്മളെല്ലാവരോടും സംസാരിക്കാൻ പോകുകയാണ്. ആ വളരെ വിശ്വാസത്തോടെ, ഉറപ്പോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സങ്കീർത്തനം 1 അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു സങ്കീർത്തനമാണല്ലോ. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. നീതിമാൻ്റെ വഴിയും ദുഷ്ടൻ്റെ വഴിയും, നീതിമാൻ്റെ തീരുമാനങ്ങളും ദുഷ്ടൻ്റെ തീരുമാനങ്ങളും. നീതിമാൻ അവിടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷിച്ച് ആയിരിക്കുമ്പോൾ അതിലുണ്ടാകുന്നതായ റിസൾട്ട് താൻ വാടാത്ത വൃക്ഷം പോലെ, ഒരിക്കലും വാടാത്ത ഒരു വൃക്ഷം പോലെ, തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ താൻ നിലനിൽക്കുവാൻ കർത്താവ് തനിക്ക് ബലം പകരുന്നു. എന്നാൽ ദുഷ്ടൻ അത് പതിരുപോലെ അവൻ മാറിപ്പോകുന്നു. ബലമില്ല, അതിന് ഉറപ്പില്ല, ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ളതായ പ്രാഗൽഭ്യവും ഇല്ല. അതിൻ്റെ അവസാനമാണ് ഈ 1-ാം സങ്കീർത്തനത്തിൽ ഒരു ദുഷ്ടൻ തിരഞ്ഞെടുക്കുന്നതായ വഴിയും ഒരു നീതിമാൻ തിരഞ്ഞെടുക്കുന്ന വഴിയും. അതാണ് ആ വ്യക്തിയെ ധന്യനാക്കുന്നത്, ഭാഗ്യവാൻ ആക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ ടു ബി ബ്ലെസ്ഡ് ഫ്രം ഗാഡ് ഈസ് എ ചോയ്സ്. ദൈവസന്നിധിയിൽ നമ്മൾ ഭാഗ്യവാൻ ആയിരിക്കുന്നത് അത് നമ്മുടെ തീരുമാനമാണ്, തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്നു മുതൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവിക വഴിയിൽ ഞാൻ നടക്കുമെന്ന് തീരുമാനത്തിലാണ് ഞാൻ ഭാഗ്യവാനായി തീരുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വഴികളെ നിരസിക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ, അത് വേണ്ട എന്ന് പറയുമ്പോൾ, അത് ആ വഴിയിൽ നടക്കാതെ ഞാൻ എൻ്റെതായ വഴി നടക്കുമ്പോഴാണ് അത് ദുഷ്ടൻ്റെ വഴിയായി തീരുന്നത്. ദൈവത്തെ മറികടക്കുന്ന, ദൈവത്തിൻ്റെ ഹിതത്തെ മറികടക്കുന്നതായ ഒരു വ്യക്തിയുടെ വഴിയായി തീർന്നത്. അപ്പോൾ രണ്ടുപേരുടെ അവസാനം എന്താണ്? റിസൾട്ട് എന്താണ്? യഹോവ നീതിമാൻ്റെ വഴി അറിയുന്നു. അതിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ ഓരോ നിമിഷങ്ങളും, ഓരോ വഴികളുടെ ഓരോ ഭാഗങ്ങളും, അതിൻ്റെ അവസാനം വരെയും യഹോവ അത് അറിയുന്നു. കാരണം നീതിമാൻ്റെ വഴി അത് യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതും അത് യഹോവയാൽ സ്ഥിരപ്പെട്ട വഴിയാണ്. എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ല. ദുഷ്ടൻ്റെ വഴി അത് നാശകരമാകുന്നു. അവൻ ആ നാശം, ആ നഷ്ടം എവിടെ സംഭവിക്കാം. അത് ഈ ഭൂമിയിൽ അവൻ വളരെ സുഖകരമായ ജീവിതം നയിച്ചാലും ദൈവിക സന്നിധിയിലെത്തുമ്പോൾ, ദൈവിക ന്യായത്തിന് മുൻപിൽ, ദൈവിക നീതിയുടെ മുൻപിൽ ദൈവികമായ ആ ഒരു പനിഷ്മെൻറ്റ് തനിക്ക് ലഭിക്കുവാനും അങ്ങനെ നാശത്തിലേക്ക് താൻ കടന്നു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര, സഹോദരി, ആമേൻ, ദൈവഭക്തരെ, ദൈവിക സന്നിധിയിൽ ഞാൻ ദൈവിക നീതി പാലിച്ച് ജീവിക്കേണ്ടത് അത് എൻ്റെ തീരുമാനമായിരിക്കണം, അത് എൻ്റെ ചോയ്സ് ആയിരിക്കണം. അവിടെയാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകരുന്നത്.
ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് പകൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, അങ്ങ് നീതിമാൻ്റെ വഴി അറിയുന്ന ദൈവമാണ്. ആകയാൽ ആ വഴിയിൽ എന്നെ നയിക്കുമാറാകണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതായ ആലോചന പ്രകാരം, വചനപ്രകാരം നടക്കുവാൻ കൃപകളെ പകരണമേ എന്ന് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഞാനും നീയും ഭാഗ്യവാനായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപകളെ നൽകും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാഥനോട് പറയാം, നാഥ, ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദുഷ്ടൻ്റെ വഴികളെ കണ്ട്, ദുഷ്ടൻ്റെ ജീവിതം കണ്ട്, ദുഷ്ടൻ്റെതായ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് പലപ്പോഴും മനസ്സിൽ വേദനാജനകമായ വേദനയാൽ ഉണ്ടായതൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് കർത്താവേ നീതിമാൻ കഷ്ടത്തിലും ദുഷ്ടൻ സന്തോഷത്തിലുമായിരിക്കുന്നു? കർത്താവേ, എന്നാൽ നിൻ്റെ വചനം, അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, യഹോവ നീതിമാൻ്റെ വഴി അറിയുന്നു, ദുഷ്ടൻ്റെ വഴിയോ അത് നാശകരമാകുന്നു. നാഥ, അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ നടത്തുമാറാകണമെന്നുള്ള പ്രാർത്ഥനയിൽ ഇന്ന് പകൽ നമുക്കായിരിക്കാം. അതിൽ ആണ് ദൈവസന്നിധിയിൽ, ആരാധനയിൽ ദൈവസഭയായി ദൈവഭക്തരോട് കൂടെ ചേർന്ന് ആരാധിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ വഴിയിൽ ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. നാഥ, ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ. പരിശുദ്ധ പിതാവേ, നിന്റെ സന്നിധിയെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് സർവശക്തൻ, അങ്ങ് സർവ്വവ്യാപി, സർവജ്ഞാനി, സകലതും അറിയുന്ന നാഥനായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടിയുടെ മീതെ അധികാരമുള്ളവൻ, എല്ലാ സാഹചര്യത്തിൻ്റെ മീതെ അധികാരമുള്ളവൻ അങ്ങായിരിക്കാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ വഴികളെ അറിയുന്നവനെ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നീതിപാതയിൽ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ ഭാഗ്യവാന്മാരായി തീരുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊൻകരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്, ഏൽപ്പിക്കുകയാണ്. നാഥ, ഇന്ന് പകൽ ഇന്നത്തെ ആരാധനയെ അവിടുന്ന് ആത്മീയ ആരാധനയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധി ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപകളെ പകരണമേ. പാട്ട് പാടുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പാടുവാൻ, കർത്താവിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി പാടുവാൻ, സ്വർഗം ഇറങ്ങി വരുന്നതായ ഒരാരാധനയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊയറിനതിനു വേണ്ടി അഭിഷേകത്താം മുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി അങ്ങയുടെ ഭൃത്യനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചന അറിയിക്കുമാറാകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തോട്, ജീവിത സാഹചര്യങ്ങളോട്, ഞങ്ങളുടെ രോഗങ്ങളോട്, ഞങ്ങളുടെ ശാപങ്ങളോട്, ഞങ്ങളുടെ അവസ്ഥകളോട് കൃത്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥനെ, അങ്ങയുടെ അത്ഭുതകരം ഞങ്ങൾ ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ, ആ സ്പർശനം അനുഭവിച്ചറിയുവാൻ കൃപകളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൃത്യമായി സംസാരിക്കുകയും ഇടപെടുകയും നയിക്കുകയും ചെയ്യുമാറാകണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമാർന്ന നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പതിവായി നമ്മൾ വരുന്ന പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പാട്ട് കേൾക്കുകയും അത് കഴിഞ്ഞ ശേഷം കൊയർ മുമ്പോട്ട് കടന്നുവന്ന് ആരാധനാ ഗീതങ്ങളാൽ നമ്മുടെ മധ്യത്തിൽ നമ്മളെ നയിക്കുകയും ചെയ്യും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവകർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് പകൽ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. से नाम तेरा ही लूं मैं पूरे दिल से, आराधना
बसे, नाम तेरा ही लूं मैं, करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं, करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं। जब होता हूँ बेचैन कभी तेरी रूह तब मुझको थामती है, मेरी मुश्किलों में हर एक दर्द और गम में खुदावन तू ही मेरा शाफी है। जब होता हूँ बेचैन कभी तेरी रूह तब मुझको थामती है, मेरी मुश्किलों में हर एक दर्द और गम में खुदावन तू ही मेरा शाफी है। करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं, करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं। तेरे फसल में तेरी दया में लिपटा मैं रहता हूँ, तेरे फसल में तेरी दया में लिपटा मैं रहता हूँ, मैं रहता हूँ, मैं रहता हूँ। जब हो लेता हूँ मैं नाम तेरा, तेरी सामर्थ को तब मैं देखता हूँ, तुझसे मेरी हर बरकत मुझे महफूज तेरे संग में रहता हूँ। जब लेता हूँ मैं नाम तेरा, तेरी सामर्थ मैं तब मैं देखता हूँ, तुझ में मिली हर बरकत मुझे महफूज तेरे संग में रहता हूँ। करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं, करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं। तेरे फसल में तेरी दया में लिपटा मैं रहता हूँ, तेरे फसल में तेरी दया में लिपटा मैं रहता हूँ, तेरे फसल में तेरी दया में लिपटा मैं रहता हूँ, मैं रहता हूँ।
പ്രൈസ് ദി ലോർഡ്. ഹിന്ദിയിൽ നിങ്ങൾ പാട്ട് കേട്ടുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പ്രിയ സഹോദരൻ പാടി. പ്രിയ സഹോദരൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൊയർ മുമ്പോട്ട് കടന്നു വരികയും അവർ പാട്ട് നമ്മളെ മധ്യത്തിൽ പാടുകയും ആരാധനയെ ലീഡ് ചെയ്യുകയും ചെയ്യും. വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എനിക്കറിയത്തില്ല, എന്നാൽ അവിടെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭവനത്തിൽ നിങ്ങളായിരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നോ, കരങ്ങളടിച്ചോ, നൃത്തം ചെയ്തോ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് നമ്മളെ കൃപകളെ പകരട്ടെ. സ്വാതന്ത്ര്യത്തോടെ ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ വലിയ കർത്താവിനെ സ്തുതിക്കാൻ നന്ദി പറയാം. ആ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ കുടുംബത്തോട് ചേർന്നിരുന്ന് നമുക്ക് ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കാൻ തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. കൈവരിച്ചുകൊണ്ട് പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടാം. ഹല്ലേലൂയ. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജെറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാലുകളിൽ പാറമേ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളിൽ പാറമേ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജെറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജെറ്റിൽ
ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതിയും തന്നെ. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകവും തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ആശ്രയിച്ച്. മനോവേദന മനശോധന മമ ജീവിത പാതയതിൽ. മനോവേദന മനശോധന മമ ജീവിത പാതയതിൽ. മലതേറിടുമ്പോൾ ആത്മനാഥനവൻ അത് ചാരി ഞാൻ ആശ്വസിക്കും. മലതേറിടുമ്പോൾ ആത്മനാഥനവൻ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞ
വീണും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ കരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ കരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. ഓ ഹല്ലേലൂയ യേശുവേ, ഓ ഹല്ലേലൂയ. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ആ പ്രാണപ്രിയനായ ആ യേശു കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന കൃപ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തമൊഴുക്കിയ ആ വലിയ കർത്താവിനെ സ്തുതിക്കുന്ന കൃപ, ആ ദൈവത്തോട് ചേർന്നിരിക്കാം. ഈ പാട്ടിൻ്റെ ഈരടി നമുക്ക് ചേർന്ന് പാടാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത വലിയ കർത്താവ്, വലിയ കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നീ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നീ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നീ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്ക്
മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം
രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനെന്റെ ഉപനിധിയേ എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനെന്റെ ഉപനിധിയേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ നിൻഗീതം പോലെന്നെ നടത്തണേ പോകേണ്ട വഴി എന്നെ കാണിക്കണേ നിൻഗീതം പോലെന്നെ നടത്തണേ പോകേണ്ട വഴി എന്നെ കാണിക്കണേ അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ ഹല്ലേലൂയ യേശുവേ ഓ ഹല്ലേലൂയ യേശുവേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാനും കാരണമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഈ ആരാധന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നാളെയുള്ള ദിവസങ്ങളിൽ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി പ്രാർത്ഥിക്കുന്ന
കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ സമർപ്പിക്കുന്ന കർത്താവേ. നിന്റെ കൃപ കൂടെ ഞങ്ങൾ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഒരാഴ്ചക്കാലം കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ വളർത്തണം, പോറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാം യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവിക ആരാധന, ദൈവിക സന്നിധിയിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപകളെ പകർന്നു. കൊയർ മെമ്പേഴ്സിനെ നിരന്തരമായി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവികമായ അഭിഷേകത്തിൽ ആത്മാവിൻ്റെ നിറവിൽ അവർ ആരാധനകളെ ലീഡ് ചെയ്യുവാൻ ദൈവം അധികമായി അവരെ അധികാരപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വീക്ഷിക്കുന്നു. ഇനി നമുക്ക് ദൈവസന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ളതായ സമയമാണ്. ഇപ്പോൾ പ്രിയ സഹോദരി മുമ്പോട്ട് കടന്നു വരികയും മധ്യസ്ഥ പ്രാർത്ഥനയെ നമ്മൾ ലീഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അധികാരപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവികമായ വിടുതലുകളെ നാം കാണുവാൻ പോകുകയാണ്. ദൈവകർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിലും ജീസസ് ഫാമിലിയായി ഒന്നിച്ചുകൂടി അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്കൊരവസരം കൂടി ഒരുക്കി തന്നു. അനേക പ്രിയപ്പെട്ടവരുടെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്കായി പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം, അവർ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നടന്നുകൊണ്ട് കഷ്ടതയിലും വേദനയിലും ജയകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായും അതുപോലെ നമുക്ക് ജീസസ് ഫാമിലി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. അതോടൊപ്പം ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇവർക്കെല്ലാമായി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും ഈ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം ഈ പ്രിയപ്പെട്ടവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവർക്കുള്ള വാഗ്ദത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ്. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വാഗ്ദത്ത വാക്യം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 92 അതിൻ്റെ 4-ാം വാക്യം: യഹോവേ, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം: യഹോവ നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണയും കൃപയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായി വിഷയങ്ങൾ പ്രവചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക പ്രിയപ്പെട്ട കത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചില പ്രിയപ്പെട്ടവരുടെ കത്തുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇതെല്ലാം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കുറവുണ്ട്. നമ്മൾക്ക് ചില വിഷയങ്ങളെ പ്രത്യേകമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അനേക പ്രിയപ്പെട്ട കത്തുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അജേഷിൻ്റെ ജോലി നാട്ടിലേക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കാം. സഹോദരി മായ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഓമൻ എന്ന സഹോദരി 24 അവേഴ്സും ഡ്യൂട്ടി ലഭിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ ആ മകൾക്ക് ജോലി ലഭിക്കാറുള്ളൂ. അതുകൊണ്ടാണ് 24 മണിക്കൂറും ഡ്യൂട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജേക്കബ് എന്ന സഹോദരൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്നു. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മേരി എന്ന സഹോദരിയുടെ മകനും മകളുടെ ഭർത്താവിനും ജോലിയില്ല. സിസ്റ്റർ ദീപയുടെയും ഹസ്ബൻഡേയും കമ്പനി സുഗമമായി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അവർ വളരെ ക്ലേശിക്കുന്നു. അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ അറിവിലും അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ.
നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായ സ്തോത്രം. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ തക്ക സമയത്ത് അവർക്ക് ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥാനത്ത് അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് വിടിവിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി കൊടുക്കണം. ജോലിയിലെ കഷ്ടത മാറ്റണം. കർത്താവിൻ്റെ കൃപയാൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപയുടെ കരം നീട്ടിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചേക്കുക സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് വിടുതൽ കൊടുത്തിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. തുടർന്ന് ഈ പേര് പറയുന്ന പ്രിയപ്പെട്ടവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും അവരുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച മാനസാന്തത്തെ അനുഭവത്തിലേക്ക് വരുവാനും അവരെ ആത്മീക വളർച്ചയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ഇപ്രകാരം അവരുടെ പേരുകൾ ഞാൻ വായിക്കുകയാണ്. സഹോദരി ബീനയുടെ ഭർത്താവും സഹോദരൻ രക്ഷിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാം. സഹോദരി പത്മജ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മുന്നേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസൻ എന്ന സഹോദര ഭർത്താവിൻ്റെ മാനസാന്തത്തിനായി പ്രാർത്ഥിക്കാം. ഷൈജ എന്ന സഹോദര ഭർത്താവിൻ്റെ മാനസാന്തത്തിനായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അറിവിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ യേശുവിനെ സ്നേഹമറിയാൻ അവരെ ഓർത്തും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവെ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ നിത്യതയെ അവകാശമാക്കി തീർക്കുവാനും ആത്മീക വളർച്ച പ്രാപിക്കുവാനും ഈ സഹോദരങ്ങളെ, ഈ പേര് പറയപ്പെട്ടവരെ, ഞങ്ങളുടെ അറിവിൽപ്പെട്ട പലരുണ്ടല്ലോ കർത്താവെ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയ്ക്ക് അവകാശികളാക്കുവാൻ അവരെ സഹായിക്കണമേ. അതോടൊപ്പം ആത്മീകമായി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ വസിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല സഹോദരങ്ങൾ അവരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി മേഴ്സിയുടെ മകൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കാം. സഹോദരൻ ബേബി മാത്യുവിൻ്റെ മകൻ്റെയും മകളുടെയും വിവാഹത്തിനായി പ്രാർത്ഥിക്കാം. സഹോദരി അനുജയുടെ വിവാഹത്തിനായി പ്രാർത്ഥിക്കാം. സഹോദരി ജിസയുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി മായയുടെ മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്കറിയാവുന്ന പ്രിയപ്പെട്ടവർ അനേകർ വിവാഹം നടക്കാതെ ക്ലേശിക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ അറിവിൽപ്പെട്ട ആ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഒരുപക്ഷെ ഈ പ്രിയപ്പെട്ടവർക്ക് വിവാഹം നടക്കുവാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതെന്ത് തന്നെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോക യേശുവിൻ്റെ നാമത്തിൽ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയും തക്ക സമയത്ത് ദൈവം അനുയോജ്യരായ ജീവിത പങ്കാളികളെ കൊടുത്ത് അവരെ കർത്താവെ കുടുംബത്തിൽ പാർക്കുമാറാക്കുന്നു. അതിനായി സ്തോത്രം. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ മക്കളുടെ വിവാഹം ഒരുക്കി കൊടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. തുടർന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്കായുള്ള ടെസ്റ്റ് എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്കായി പ്രാർത്ഥിക്കാം. OET, IELTS, PSC അതുപോലെ എക്സാം എഴുതുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഈ പ്രിയപ്പെട്ടവരൊക്കെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. MSc എക്സാം എഴുതുന്ന റോഷൻ തോമസിനായി പ്രാർത്ഥിക്കാം. 10th പഠിക്കുന്ന സനായ്ക്കായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം 10th ബീന, പ്രകാശ്, അർച്ചന, റോഷൻ, എബിൻ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെയും എക്സാമിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നെറ്റ് എക്സാം എഴുതുന്ന കെസിയക്കായി പ്രാർത്ഥിക്കാം. സിവിൽ സർവീസ് എക്സാമിനായി തയ്യാറാകുന്ന കെൻഷായ്ക്കായി പ്രാർത്ഥിക്കാം. സെറ്റ് എക്സാം എഴുതുന്ന ബീന കുമാരിക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ റോബർട്ട് +2 പഠിക്കുന്നു. റോഷ്നിയുടെ മോഡൽ എക്സാം നടക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സമയം കുഞ്ഞുങ്ങളുടെയൊക്കെ എക്സാമിൻ്റെ സമയമാണല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വളരെ പ്രയാസത്തിലും ഭാരത്തിലുമൊക്കെയാണ് എക്സാമിന് തയ്യാറാകുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും അറിവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതുവാനുള്ള ദൈവ
ദൈവകൃപയാൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ബുദ്ധിയാൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഓർമ്മിച്ചെഴുതുവാൻ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വസിക്കട്ടെ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയും ബലത്തിൻ്റെയും ആത്മാവ്, യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് ഈ കുഞ്ഞുങ്ങൾ വസിക്കട്ടെ. അവർ നന്നായി എക്സാം എഴുതി അവർക്ക് വിജയം ലഭിക്കുമ്പോൾ അത് ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. OET എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഈ സമയം ഓർക്കുന്നു. PSC എക്സാം എഴുതുന്നവരെ ഓർക്കുന്നു. IELTS എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ കരം നീട്ടി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെയും അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യാം. രോഗികളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരത്തിലേക്ക് അവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്മിതയുടെ ഭർത്താവ് ജോർജ് കോവിഡ് നെഗറ്റീവായി, എന്നാൽ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദീപ എന്ന സഹോദര പിതാവ് ബാബുവിന് മാർച്ച് 10 ഒരു ഓപ്പറേഷനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി ബീന കിഡ്നി സ്റ്റോണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നാൽ ഇപ്പോൾ ശ്വാസതടസ്സത്താൽ ആ പ്രിയ സഹോദരി വളരെ ഭാരപ്പെടുന്നു. ലത സഹോദരിയുടെ കാൽമുട്ടിന് വേദന ആയി കഷ്ടപ്പെടുകയാണ്. മാർച്ച് 18 ഓപ്പറേഷൻ ഡേറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതോടൊപ്പം നമ്മുടെ അറിവിൽപ്പെട്ട എത്രയോ രോഗികൾ, ഇതിലുള്ള പേരുകളെല്ലാം നമുക്ക് വായിച്ചു തീർക്കാൻ സമയമില്ലല്ലോ, പക്ഷെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്രയോ രോഗികൾ കഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 107 സങ്കീർത്തനം 20 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, തങ്ങളുടെ കുഴികളിൽ നിന്ന് അവരെ വിടിവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ തങ്ങളുടെ കുഴികളിൽ നിന്ന് വിടിവിക്കുന്ന വചനം അവരെ സൗഖ്യമാക്കിയിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരെ സൗഖ്യമാക്കിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. 10 18 ഓപ്പറേഷൻ നടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യദായകൻ്റെ കരം കൂടെ ഇരിക്കണമേ. അവർ ഓപ്പറേഷൻസ് വിജയകരമായി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഡോക്ടേഴ്സിന് ദൈവികമായ കൃപയും ദൈവികമായ സമാധാനവും കർത്താവെ ഉറപ്പും ധൈര്യവും കൊടുത്ത് അവരെ നയിക്കണമേ. ഈ പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്ക് ദൈവികമായ സമാധാനം നൽകി അനുഗ്രഹിക്കണം. രോഗശക്തികളെ വിട്ടു പോകാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായി നമുക്ക് 1-2 വിഷയങ്ങളോട് പ്രാർത്ഥിക്കാം. വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രത്യേകമായി പലരും ആവശ്യപ്പെട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സ്ഥലം വിൽക്കണം, ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ലഭിക്കണം, ജപ്തിയാൽ കഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ജെറിൻ എന്ന് പറയുന്ന സഹോദരൻ അത്യാവശ്യമായൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനീറ, സുമയ്യ, ഈ 3 പേർ, അവർക്ക് തക്ക സമയത്ത് ദൈവം ഒരു വീട് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജോസഫ് എന്ന സഹോദരൻ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്നു. ആ മകൻ്റെ സാമ്പത്തിക ഞെരുക്കം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജിഷ അനിൽകുമാറിനായി പ്രാർത്ഥിക്കാം. ജപ്തി ഒഴിവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചടയ്ക്കാൻ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവർ ലക്ഷിക്കാതെ ദൈവം അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. ഷീല ബാങ്ക് ലോൺ അടയ്ക്കാനായിട്ട് സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഒരു ഷീലയുടെ കാര്യമാണ് നമ്മൾ വായിച്ചത്. എത്രയോ പേര് ബാങ്ക് ലോൺ അടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തക്ക സമയത്ത് ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ലോൺ അടയ്ക്കുവാൻ തക്ക സമയത്ത് ഇവർക്ക് പൈസ ലഭിക്കുവാൻ, ഇവർക്ക് വീടുകൾ ലഭിക്കുവാൻ, കർത്താവെ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ വേദനയോടെ ആയിരിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. അവർ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരട്ടെ. കഷ്ടങ്ങൾ ഉദ്ധരിക്കുന്ന ദൈവം, ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിച്ചതുപോലെ ജയകരമായി ജീവിക്കാൻ അവരെ സഹായിച്ചാട്ടെ. കർത്താവെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് ഉത്തരം കൊടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്.
ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ഭാവി ശോഭനമാക്കി തീർക്കുവാനുള്ള ഒരു സന്ദേശം കർത്താവ് എൻ്റെ പക്കൽ തന്നിട്ടുണ്ട്. 1 മണിക്കൂർ എനിക്ക് തരിക. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല. നിങ്ങൾ പല പടി ഉയരും, അനുഗ്രഹത്തിലേക്ക് ഉയരും, പാപത്തിൽ നിന്ന് അകന്നു വരും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പക്കൽ ഒത്തിരി ഫലിതങ്ങളുണ്ട്. ഇതാ ഒരു ഫലിതം. ഒരു 2 പേര് കള്ളുഷാപ്പിലിരുന്ന്, കള്ളുഷാപ്പിൻ്റെ കഥ പറയുന്നത് ശരിയാണോ? 2 പേര് കള്ളുഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു മാലാഖയാണ്. മറ്റവൻ പറഞ്ഞു, നീ ഭാഗ്യവാനാ, എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേൾക്കുന്ന ചില സഹോദരിമാർ വിചാരിക്കും സാധാരണ വർഗീസ് പ്രകാരം ഞങ്ങളെ ഒന്ന് പുകഴ്ത്തിയാണ് പറയുന്നത്, ഇന്നെന്തുവാ ഞങ്ങളെ കുത്തി പറഞ്ഞത്. ഇതാ വേറൊരു ഫലിതം കൂടെ കേട്ടാട്ടെ. ഒരു സ്ത്രീ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിയായപ്പോൾ ഓഫീസറൊക്കെ പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര ഹെഡേക്ക്, ഞാനങ്ങ് വീട്ടിൽ പോയിക്കോട്ടെ. പോയാട്ടെ. അടുത്ത ദിവസം വന്നോടനെ ഈ ഓഫീസർ ചോദിച്ചു, എങ്ങനെയുണ്ട് തലവേദന? തലവേദന കോട്ടയത്ത് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അല്ലേ? ചില ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് തലവേദന, ചില സ്ത്രീകൾ ഭർത്താവിന് തലവേദന, ചില മക്കൾ അമ്മയപ്പന്മാർക്ക് തലവേദന. നമ്മൾ തലവേദനയാകരുത്, നമ്മൾ ആശ്വാസപുത്രരായി തീരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്നു. സ്റ്റീഫൻ കോവി എന്ന് പറയുന്ന ഒരു സുപ്രസിദ്ധ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഐ ആം നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് മൈ സർക്കംസ്റ്റൻസസ്, ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡിസിഷൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമല്ല, എൻ്റെ സാഹചര്യങ്ങളല്ല എന്നെ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എത്തിക്കുന്നത്, പിന്നെയും എൻ്റെ തീരുമാനങ്ങളാണ്. വളരെ സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് സംഭവിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങളുടെ പാതയായിരിക്കട്ടെ. 2, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വെളിച്ചമായിരിക്കട്ടെ. 3, നിങ്ങളുടെ ദർശനമുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വിശ്വസിക്കുന്നതല്ല, വിശ്വസിക്കാത്തവരാണ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ക്ലോസ് ഫ്രണ്ട്സ് എങ്കിൽ നിങ്ങളുടെ കാര്യം സാധിക്കണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കലും പറയാം, നിങ്ങളുടെ ദർശനമുള്ളവർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കട്ടെ. ഇതാ ഇപ്രകാരം ഒരു കൊട്ടേഷനുണ്ട്, നിങ്ങൾ തെറ്റായ വഴിയിലൂടെ എത്ര ദൂരം തന്നെ സഞ്ചരിച്ചു എന്നിരിക്കലും വിഷമിക്കേണ്ട, നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും തിരികെ നടക്കാം. ഇതാ വേറൊരു കൊട്ടേഷൻ പറഞ്ഞത് ലാവോ സു, TZU. 1000 മൈൽ യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നതിലൂടെയാണ്. ഇന്നത്തെ സന്ദേശം ഇവിടെ തുടങ്ങിയാണ്. ആദ്യത്തെ ചുവട്ടടി വയ്ക്കുന്നത് കാലിലല്ല, മനസ്സിലെ തീരുമാനത്തിലാണ്. അതിന് ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിക്കുക. 2, ചെയ്തു തുടങ്ങുക, ആരംഭം കുറിക്കുക. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ തീരുമാനിച്ചത് സംഭവിക്കുകയില്ല. നിങ്ങൾ ഇന്നായിരിക്കുന്നത് ഇന്നലെകളിലെടുത്ത തീരുമാനങ്ങളെ ആസ്പദമാക്കിയിരിക്കുന്നു. നിങ്ങൾ നാളെ എന്തായിരിക്കണമോ അത് ഇന്നത്തെ ദിവസങ്ങൾ, ഇന്ന് നാളെ മറ്റന്നാൾ എടുക്കുന്ന തീരുമാനത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. നിങ്ങൾ മുകളിലേക്കോ താഴേക്കോ പ്രയാണം ചെയ്യും, അത് ഇന്നെടുക്കുന്ന തീരുമാനത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. ഒരു വലിയ കതക് ചെറിയ 1, 2, 3 വ്യാപാരികളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അതേപോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ അംബേദ്കറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു താഴ്ന്ന ജാതികൾ ജനിച്ച മനുഷ്യനാണ്. മഹാർ എന്ന് പറയുന്ന ജാതികൾ. അവർ ചായക്കടയിൽ ചെന്നാൽ ചായ കൊടുക്കത്തില്ലായിരുന്നു. ആ ജാതികൾ ജനിച്ചു. അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് കിട്ടി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേ അദ്ദേഹം വിചാരിച്ചത്, ഞാൻ ഇംഗ്ലണ്ടിലായിരിക്കുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്നെ മനുഷ്യനായിട്ട് ചിന്തിച്ചു, മനുഷ്യനായിട്ട് വീട്ടിൽ സ്വീകരിച്ചു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ദേശത്തുള്ള ഉയർന്ന ജാതിക്കാർ എന്നെ ഒരു മൃഗത്തെ പോലെ കണക്കാക്കുന്നു. എന്നെ വളരാൻ അനുവദിക്കാത്ത മതിൽക്കെട്ടുകൾ ഇട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തൻ്റെ മതത്തിൽ നിരാശനായ ആ മനുഷ്യൻ ഒരു തീരുമാനം ഒരു ദിവസം എടുത്തു. ഐ എം ബോൺ ആസ് എ ഹിന്ദു, ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഇറ്റ്, ബട്ട് ഐ വിൽ നോട്ട് ഡൈ ആസ് എ ഹിന്ദു. ഏറ്റവും വലിയ വിഷയം, ഞാൻ മതത്തെപ്പറ്റി പറയുകയല്ല, ഒരാളിൻ്റെ തീരുമാനം. ഒടുവിൽ 1956 അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമ്മർദ്ദത്തിനകത്ത് വഴങ്ങി 1956 ഒക്ടോബർ മാസം 14 4 ലക്ഷം ദളിത് മഹാർ ജാതിക്കാർ, മാങ്കി ജാതിക്കാർ ഉൾപ്പെടെ ബുദ്ധമതത്തിൽ ചേർന്നു. ഒരൊറ്റ മനുഷ്യൻ്റെ തീരുമാനം.
20 വർഷം അദ്ദേഹം പെട്ടെന്നെടുത്തൊന്നുമല്ല, 20 വർഷം ചിന്തിച്ച് സംസാരിച്ച് എൻ്റെ കഥ നിങ്ങൾക്കറിയാം. ഞാൻ പട്ടാളത്തിൽ ദുർമാർഗിയായിട്ട് ജീവിക്കുന്നു. 120 ചാർമിനാർ സിഗരറ്റ് ഒരു ദിവസം വലിക്കും. സിലിഗുരിയിലായിരിക്കുന്ന സമയത്ത്, ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത്, ഒരു ഗ്ലാസ്സിൽ മഗ്ഗിനകത്ത്, പട്ടാളത്തിൽ ഒരു മഗ്ഗ് കിട്ടും, ആ മഗ്ഗിനകത്ത് റമ്മെടുക്കും, കയ്യിൽ വേദപുസ്തകം പിടിക്കും, വായിൽ ചുരുട്ട് വെച്ചുകൊണ്ട് യേശുവിനെ ചീത്ത പറഞ്ഞ മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് ദുഃഖമുണ്ട്. ദൈവമായിട്ടാണ് എന്നെ രക്ഷിച്ചത്, ദൈവമായിട്ടാണ് എന്നെ ഉപദേശിയാക്കിയത്, വേറെ ആരും ആക്കത്തില്ല. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തു. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതം പുതിയതായി. ഒരൊറ്റ തീരുമാനം. 1972 ഞാൻ വേറൊരു തീരുമാനമെടുത്തു. ഞാൻ ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് പോകും. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ, നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺസർട്ടനിറ്റി. ഐ സ്റ്റെപ്ഡ് ഇൻ ടു അൺസർട്ടനിറ്റി. ഞാൻ മുമ്പോട്ട് ഒരൊറ്റ തീരുമാനം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഞാൻ പോയ കട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് 7 സഭകളുണ്ട്, 5 ചർച്ച് ബിൽഡിംഗ് ഉണ്ട്. എന്താ കാര്യം? ഞാനൊരു തീരുമാനമെടുത്തത് കാരണം ഞാൻ കട്രായ്ക്ക് പോകും. ഇന്ന് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ഇന്ത്യയിലെ വലിയ ഒരു മിഷനാണ്. എന്താ കാര്യം? എൻ്റെ ഒരു തീരുമാനം. ഞാൻ ഒരു സഭയോടെ സ്ഥാപിക്കും. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാമായിരുന്നു. നല്ലൊരു സഭ, അസാധാരണമായ സഭ. നിങ്ങളവിടെ പോയി നോക്കണമെങ്കിലേ അറിയത്തുള്ളൂ. ഇന്നും അത് അസാധാരണമായ സഭയാണ്. എൻ്റെ വിചാരം അതുപോലൊരു സഭ വടക്കേ ഇന്ത്യയിലില്ലെന്നാണ്. അസാധാരണമായ സഭ. 20% ദശാംശം കൊടുക്കുന്ന മനുഷ്യർ. ഇന്നും തീപ്പെട്ടി വാങ്ങിച്ചാൽ ആ തീപ്പെട്ടിയുടെ 5 തീപ്പെട്ടിക്കമ്പ് ദശാംശമായിട്ട് ചർച്ചയിൽ കൊണ്ടു കൊടുക്കുന്ന മനുഷ്യർ. എന്നാൽ ഞാൻ തീരുമാനിച്ചു, ഇല്ല, വേറൊരു സഭ. ഞാൻ ആളുകളെ തയ്യാറാക്കിയെടുക്കും. ഞാൻ ആദ്യം തയ്യാറാക്കിയെടുത്ത മനുഷ്യൻ എന്നെ വിട്ടിട്ട് പോയി. എൻ്റെ പറഞ്ഞ ഐ എം റിസൈനിങ്, ഞാൻ പോവാണ്. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, പേര് പറയത്തില്ല, നമുക്ക് പേരിടാം, ജോൺ നല്ല അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ജോൺ ബ്രദറെ, ഞാൻ ഇനിയും വേറെ ആളുകളെ ഇനിയും തിരഞ്ഞെടുക്കും, ഞാൻ അവരെ ട്രെയിൻ ചെയ്യും. എൻ്റെ ആ തീരുമാനം. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് 3067 സുവിശേഷ വേലക്കാർ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലുണ്ട്. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഒരു ചെറിയ വിത്തിൽ, ഒരു മരത്തിൻ്റെ വിത്തിനകത്ത്, കായ്ക്കകത്ത് ഒരു വലിയ വനം ഒളിഞ്ഞു കിടപ്പുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിരിക്കുന്നു. ഫാദർ ഡേവിസ് ചിറമേൽ, നിങ്ങൾക്കറിയാവുന്ന മനുഷ്യനാണ്. അദ്ദേഹം ബസ്സിൽ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് അടുത്തൊരു മനുഷ്യനെന്ന് കരയുന്നു. എന്താ പേര്? ഗോപിനാഥൻ. ഒരു പരിചയമില്ല. എന്താ കരയുന്നു? എനിക്ക് കിഡ്നിയില്ല. അദ്ദേഹം തൻ്റെ കിഡ്നി കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാം? ഇന്ന് 5 ലക്ഷം പേരാണ് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. ഒറ്റ മനുഷ്യൻ്റെ തീരുമാനം. മദർ തെരേസ, ആ സ്ത്രീയെ കന്യാസ്ത്രീ ആയിരിക്കുന്ന സമയത്ത് ആരും അറിയത്തില്ലായിരുന്നു, വലിയ പ്രഭാവമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കും. ഒരു സ്ത്രീയുടെ ഒരൊറ്റ തീരുമാനം, ഒരു ചെറിയ തീരുമാനം ഒരു വൃക്ഷമാകുവാൻ, ഒരു വൃക്ഷം ഒരു വനമാകുവാൻ എന്ത് ചെയ്യണം? എഴുതിയെടുക്കാൻ. 2 തിമോത്തിയോസ് 4:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നീയോ സകലത്തിലും, പൗലോസ് എഴുതുകയാണ് തിമോത്തിയോസിന്, നീയോ സകലത്തിലും സംയമനമുള്ളവൻ ആയിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിർവഹിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ചിലർ ഈ ലേഖനം എടുത്തിട്ട് എൻ്റെ സംസാരിക്കാറുണ്ട്, മറ്റുള്ള ദൈവദാസന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ വിളിച്ചു പറയാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം ഇതിനകത്ത് തിമോത്തിയോസിൻ്റെ കത്തിനകത്ത് പറയുന്നുണ്ട്, അവൻ ഇന്നത് ചെയ്തു. ഇനിയും പറയും തരാൻ ഇല്ല, നമുക്ക് വാക്യമില്ല. പിന്നെയോ തിമോത്തിയോസിന് എഴുതിയിരിക്കുന്നത്, തീത്തോസിന് എഴുതിയിരിക്കുന്നത്, ഈ 2 ലേഖനങ്ങളും വാസ്തവത്തിൽ സഭയ്ക്കുള്ള ലേഖനങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനുള്ള പേഴ്സണൽ കത്താണ്. വേദപുസ്തകത്തിൽ വന്നു, പക്ഷേ സഭയ്ക്കുള്ള കത്തല്ല. ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന, ഞാൻ മെൻറ്റർ ചെയ്യുന്ന, വളരെ അടുത്ത് മെൻറ്റർ ചെയ്യുന്നവരുടെ വേറെ ചിലരുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് പറയും, കുഞ്ഞെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കാനാകട്ടെ, വേറെ ആരും അറിയരുത്.
അതുപോലുള്ളൊരു പേഴ്സണൽ കത്താണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ദൈവദാസൻ്റെ തെറ്റുകൾ വിളിച്ചു പറയാൻ അവകാശമില്ല. ഇവിടുത്തെ നമ്മുടെ വിഷയം വേറൊന്നാണ്. അതിനകത്ത് പറയുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ, നീയോ സകലത്തിലും ജാഗ്രതയുള്ളവനായിരിക്കുക. ഇംഗ്ലീഷിനകത്ത് വാച്ച് ദൗ ഇൻ ആൾ തിങ്സ്, നീ തന്നെത്താനെ വളരെ കെയർഫുള്ളായിരിക്കണം. മലയാളത്തിൽ ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നീ സകലത്തിലും സംയമനമുള്ളവനായിരിക്കുക, നീ സകലത്തിലും വളരെ ശ്രദ്ധയുള്ളവനായിരിക്കുക. ദാവീദ് എന്തുകൊണ്ട് വലിയ മഹാനായി തീർന്നു? ദാവീദ് തന്നെ പറയുന്നുണ്ട്, 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, അവൻ തൻ്റെ സകല വഴികളിലും വളരെ ശ്രദ്ധയോടെ നടന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, എൻ്റെ യൗവനകാലത്ത് ഞാൻ ചില തെറ്റുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പാടില്ലായിരുന്നു. പക്ഷേ ദാവീദിന് അങ്ങനെ പറ്റിയില്ല. അബദ്ധം പറ്റി, പക്ഷേ അവൻ്റെ അബദ്ധത്തിൽ നിന്ന് പഠിച്ചു. യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സുപ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ല്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പഴഞ്ചൊല്ല് അതാണ്. എന്താണ്? തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റിൽ നിന്ന് പഠിക്കാത്തതാണ് യഥാർത്ഥ തെറ്റ്. മേക്കിംഗ് എ മിസ്റ്റേക്ക് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്, ബട്ട് നോട്ട് ലേണിംഗ് ഫ്രം എ മിസ്റ്റേക്ക് ഈസ് ദ മിസ്റ്റേക്ക്. അതുകൊണ്ട് തെറ്റ് പറ്റിയാൽ പഠിക്കണം. കാരണം നീയോ സകലത്തിലും ജാഗ്രതയുള്ളവനായിരിക്കുക. വാച്ച് ദൗ. കാരണം എന്താണ് പറയുന്നത്? 1 പത്രോസ് 5:8, സമചിത്തരായിരിക്കുവീൻ, ജാഗരൂകരായിരിക്കുവീൻ, എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്ന് പറഞ്ഞ് എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല. ആ പിശാചിങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ്, അതാണ് കാണുന്നു. അവനെ വിഴുങ്ങാനൊക്കത്തില്ല. വേറെ തൊട്ട് അവനെയും വിഴുങ്ങാനൊക്കത്തില്ല. അപ്പുറത്ത് അവനെ വിഴുങ്ങിക്കളയാം. മനസ്സിലായോ? നിങ്ങൾ ആരായിത്തീരണം? പിശാചിന് വിഴുങ്ങാനൊക്കാത്തൊരു വ്യക്തിയായിത്തീരണം. You must be a person for that the devil will find it very difficult to chew you. Hallelujah. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല. സിംഹം പതിയിരിക്കുന്നത് വായിക്കാം. സമചിത്തരായിരിക്കും, ജാഗരൂകരായിരിക്കും, എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം തിരിഞ്ഞടക്കുന്നു. സിംഹം പതിയിരിക്കുന്നു. നിങ്ങൾ ടെലിവിഷനകത്തെങ്കിലും കണ്ടു കാണുമല്ലോ അല്ലേ? സിംഹം പതിയിരിക്കും. ഇര എപ്പോഴാണ് ചാടി വീഴുന്നറിയാം? ഇര ശ്രദ്ധിക്കാതെ പോച്ച തിന്നുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് 4 വശത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി വീഴത്തില്ല. നിങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ. അതാ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. നീ സകലത്തിലും ശ്രദ്ധയുള്ളവനായിരിക്കുക. വാച്ച് ദെയർ ഫോർ ഓൾ ദി ടൈം. സിംഹത്തേക്കാൾ വലിയ മൃഗങ്ങൾ വനത്തിലുണ്ട്. ഞാൻ ഒന്നുകൂടെ റിസർച്ച് ചെയ്തു. കരടി വലുതാണ്. വലിയ തടിമാടൻ ആന വലിയ മൃഗമാണ്. ഏറ്റവും സ്പീഡ് കൂടിയത് സിംഹത്തിനല്ല. സിംഹത്തിന് 1 മണിക്കൂറിൽ 50 മൈൽ, 80 കിലോമീറ്റർ സ്പീഡ്. എന്നാൽ പുലിക്ക് 75 മൈലാണ്. മറ്റേതിൻ്റെ സിംഹത്തിൻ്റെ സ്പീഡിനേക്കാൾ പകുതിയുടെ. ജിറാഫാണ് ഏറ്റവും ഉയരമുള്ള മൃഗം. എന്നിട്ടും സിംഹം ഇതിനെയെല്ലാം അടക്കി ഭരിച്ച് രാജാവായിരിക്കുന്നില്ല. കാരണം അവൻ്റെ ആത്മധൈര്യമാണ്. അവൻ്റെ ഉയരമല്ല, അവൻ്റെ സ്പീഡുമല്ല, പിന്നെയോ അവൻ്റെ ആത്മധൈര്യം. ഇതാ ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞു. 18-14 ഞാനൊന്നുകൂടെ വായിക്കാം. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ പ്രവർത്തിച്ചു. അവൻ നമ്മുടെ വഴികളിൽ നാം വിവേകത്തോടെ പ്രവർത്തിക്കാമെങ്കിൽ പിശാചിന് നമ്മളെ വിഴുങ്ങാനൊക്കാത്ത വിധത്തിൽ വരും. അതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, ഒരു പുരുഷനോട് സംസാരിക്കുന്ന സമയത്ത്, മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത്, ഒരു ദൈവദാസനോട് സംസാരിക്കുന്ന സമയത്ത്, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇടപെടണം എന്ന് ശ്രദ്ധിക്കുക. ഒരു ആത്മീയൻ്റെ കെണികൾ, 3 കെണികൾ സുപ്രസിദ്ധമാണ്. നിങ്ങളിത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. 3G, 3Gs അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഫോണിനകത്തെല്ലാം പല G അല്ലേ? 3G, 4G, 5G. ഒരു സുവിശേഷ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ 3 ഡേഞ്ചർ, 3 കെണികൾ, 3 Gs. 1 ഗേൾസ്, പെണ്ണ്. 2 ഗോൾഡ്, പണം. 3 ഗ്ലോറി, മഹിമ, കസേര, പ്രതാപം, അതിനുവേണ്ടിയുള്ള ആഗ്രഹം. സാധു സുന്ദർ സിംഗിൻ്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എങ്ങനെയെങ്കിലും വായിക്കുക. ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് പേജിനകത്ത് വാങ്ങെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സിനിമയായിട്ട് കാണുവാൻ കഴിയും. യെല്ലോ റോബ് എന്നാണെന്ന് തോന്നുന്നു പേര്. ഞാൻ കണ്ടതാണ്. ഞാൻ പലയിടത്തും കൊണ്ടുപോയി കാണിച്ചതാണത്. സിനിമ കാണിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഗ്രാമങ്ങളിൽ പോയിട്ട്. സാധു സുന്ദർ സിംഗ് ക്രിസ്ത്യാനിയായി, സിഖ് കുടുംബത്തിൽ ഉയർന്ന കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് വിഷം കൊടുത്തു. കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടികളാണ് ആ നാട്ടിൽ.
തോട്ടിയായെന്ന് പറയുന്ന ആൾക്കാരാണ്, വിഷം കൊടുത്തു. എന്തായാലും ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് അമ്മാച്ചനെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, വേണ്ട നമ്മുടെ ചെറുക്കം കണ്ടോ കാണിച്ചിരിക്കുന്ന അന്ന് ഉപദേശിച്ചാട്ടെ. അമ്മാച്ചൻ അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ബന്ധുവിൻ്റെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, പണക്കാരൻ്റെ മോൻ കാണിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ച് സിഖ് മതത്തിൽ വരാമെങ്കിൽ, നിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാമെങ്കിൽ ഈ സുന്ദരിയായ പെണ്ണെ നിനക്ക് തരാം. പറഞ്ഞു വേണ്ട. അയാളുടെ നിലവറയിലേക്ക് കൊണ്ടുപോയി. പഴയ കാലത്തൊക്കെ നിലവറയുണ്ട്. ഒരലമാരി നിറച്ച് സ്വർണം വെച്ചിരിക്കുകയാണ്. ആ സ്വർണത്തിൻ്റെ അലമാരി തുറന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, യേശുവിനെ ഉപേക്ഷിച്ചിട്ട് സിഖ് മതത്തിൽ വരാമെങ്കിൽ. വേണ്ട. അദ്ദേഹം ആ മനുഷ്യൻ സുന്ദർ സിംഗിനെ പട്യാല രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. രാജാവ് നോക്കിയിട്ട് പറഞ്ഞു, നോക്കിയാൽ നീ സിഖാണ്, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ തോട്ടികളാണ്, നീ ഈ വിശ്വാസം വിടാമെങ്കിൽ നിൻ്റെ അമ്മാച്ചനാണ് എൻ്റെ രാജ്യത്തിൻ്റെ സൈന്യാധിപൻ, നിന്നെ ഞാൻ പട്ടാളത്തിലെ ഓഫീസറാകാം, നിൻ്റെ അമ്മാച്ചൻ്റെ ആ സ്ഥാനത്ത് നിന്നെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ സൈന്യാധിപനാകാം. എന്ത് പറയുന്നു? പറഞ്ഞു വേണ്ട, യേശുവാണ് എൻ്റെ രക്ഷകൻ. നോക്കിയിട്ട് പറഞ്ഞു, അന്ന് നിനക്ക് ഈ തലമുടി വെക്കാനുള്ള അവകാശമില്ല, നിൻ്റെ പേര് സിംഗ് എന്ന് പാടില്ല, നീ കുറുക്കനാണ്, നീ തലമുടി വെക്കാൻ യോഗ്യനല്ല. സുന്ദർ സിംഗ് സിനിമയ്ക്കകത്തുണ്ടത്. സുന്ദർ സിംഗ് തിരികെ വന്നിട്ട് അദ്ദേഹത്തെ തലമുടി വെട്ടിക്കളഞ്ഞു. തലമുടിയേക്കാൾ വലുത്, ഉദ്യോഗത്തേക്കാൾ വലുത്, പണത്തേക്കാൾ വലുത്, സുന്ദരിയായ ഭാര്യയേക്കാൾ വലുത് യേശുവാണ്. യേശുവാണ്. അതുകൊണ്ട് ആത്മീയൻ്റെ കെണികളിൽപ്പെടാതെ നമുക്ക് മുമ്പോട്ട് പോകാം. 2, കഷ്ടം സഹിക്കുക. 5-ാമത്തെ വാക്യം, കഷ്ടം സഹിക്കുക. കഷ്ടം പ്രതീക്ഷിക്കരുത്. കഷ്ടം വന്നാൽ അത് സഹിക്കണം. ഞാൻ കട്രായിൽ ചെന്ന സമയത്ത് കട്രാ വൈഷ്ണവത്തിൽ നിങ്ങളാളുടെ എന്തൊക്കെ ചോദിക്കുക, എന്താ ഈ അന്നത്തെ കഥ പറയുന്നത്? കാരണം അന്നത്തെ പരുക്കൻ കഥകളാണ്. പഞ്ചാബിലെ കുറച്ചുണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ അന്നത്തെ പരുക്കൻ കഥകളാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനവിടെ ചെന്നു, കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം ഇന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന തീർത്ഥയാത്രക്കാരനല്ലല്ലോ, നിങ്ങൾ കൂടെ വരുന്നു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ പുതുതായിട്ട് വന്നതാണ്. ഓ, നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്? ഞാൻ പറഞ്ഞു അല്ല, പിന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിച്ച് ക്രിസ്ത്യാനിയാണ് അന്ന് വെളിയിലോട്ടിറങ്ങി നാട്ട്. പിന്നീടാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികൾ, ജമ്മു കാശ്മീരിൽ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ, പഞ്ചാബിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തോട്ടികളാണെന്ന്. അപ്പോൾ എൻ്റെ പറഞ്ഞു വെളിയിലോട്ടിറങ്ങി നാട്ട്, സാധനങ്ങൾ കെട്ടി താഴെ ഇട്ട് തന്നു. എൻ്റെ പറഞ്ഞ് എടുത്താട്ടെ, എൻ്റെ കൈ തരത്തില്ല. ഞാൻ പറഞ്ഞു പൈസ, അതും താഴെ ഇട്ടാട്ടെ, അവിടെ ചാക്കിട്ടിട്ടുണ്ട്, ചാക്കയിലോട്ടിട്ടു. അയാൾ ചാക്കയെന്നെടുത്തു. എനിക്കൊരു ദിവസം വേറൊരു കടയിൽ പോകേണ്ടി വന്നു. ഈ ഒരു വൃത്തികെട്ട മനുഷ്യൻ, അയാളുടെ ബനിയനുമൊക്കെ കാണ്ടി അവർ തയ്ച്ച്, പഴയ കാലത്ത് നമ്മളാണ്ടി തയ്യക്കാരൻ തയ്ക്കുന്ന ബനിയനുണ്ടല്ലോ, ആ ബനിയനും പാളത്താറും, ബ്രാഹ്മണനാണ്, പക്ഷേ വൃത്തികെട്ട മനുഷ്യൻ. അയാളുടെ തുണിയൊക്കെ വൃത്തികേടാണ്. പക്ഷേ അയാളുടെ കടയിൽ ചെന്ന് ഞാനിങ്ങനൊരു ട്രാക്റ്റ് കൊടുത്തു. എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ക്രിസ്ത്യാനി ആയാലും ഇറങ്ങടാ മുറ്റത്ത്, ഇനി എൻ്റെ അങ്കണത്തിൽ കയറി പോരുത്, കടയുടെ അങ്കണത്തിൽ, എനിക്ക് നിൻ്റെ പൈസ വേണ്ട. ഞാനങ്ങ് പോയി. എൻ്റെ 2-ാമത്തെ മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ലില്ലി പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, മോടെ മുലകുടിയൊന്ന് നിർത്തണം, ചെന്നിനായം വാങ്ങിച്ചുകൊണ്ട് വരാമോ? ഞാനിങ്ങനെ അന്വേഷിച്ചു, ചെന്നിനായോടുണ്ട്, ആ ഒരു കടയിലേ ഉള്ളൂ. എൻ്റെ ദൈവം അവിടെ ചെല്ലരുതെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തൊഴുതു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, എനിക്കിച്ചിരി ചെന്നിനായം വേണം, ഇത് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജമ്മു പോകണം, എൻ്റെ അതിനുള്ള വണ്ടിക്കൂലിയില്ല, അതുകൊണ്ട് ഞാൻ എത്ര രൂപ വേണേലും തരാം, എനിക്കൊരു ശകലം ചെന്നിനായം വേണം, തരാം, മുറ്റത്ത് നിന്നാൽ മതി. ഞാൻ മുറ്റത്താണ് നിൽക്കുന്നത്. അയാൾ ചോദിച്ചു എത്ര രൂപയാണ്? ഞാൻ പറഞ്ഞു എനിക്കൊരു കഷ്ണം തന്നാൽ മതി. അയാളൊരു കഷ്ണം എടുത്ത് ഒരു കടലാസിനകത്ത് പൊതിഞ്ഞ് താഴോട്ട് ചാക്കയിലോട്ട് ഇട്ട് വന്നു. അവിടുത്തെ കച്ചവടക്കാർക്കെല്ലാം ഒരു ചാക്കുണ്ട് മുന്നിൽ, ഇതുപോലെ താഴ്ന്ന ജാതിക്കാർക്കൊക്കെ കൊടുക്കാനുള്ള. എന്നിട്ട് അതിനകത്ത് എടുക്കാൻ പറഞ്ഞു 12 അണ. ഞാൻ പൈസ ചാക്കയിലോട്ടിടാൻ നേരം അയാൾ പറഞ്ഞു വേണ്ട. അവിടെ ഒരു ചെണ്ട കൊട്ടുന്ന ചത്ത മൃഗങ്ങളെയൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ തോലെടുക്കുന്ന ഏറ്റവും താഴ്ന്ന ജാതിക്കാരനായ ഒരുത്തനോട് ഇരിപ്പുണ്ട്. പറഞ്ഞ് അയാളെ കൊടുത്താട്ടെ. ഞാൻ അയാളെ കൊടുത്തു. അയാൾ താഴെയിട്ടു, അയാളെ നിർത്തും. ഞാൻ ഈ ചത്ത ശവം എടുക്കുന്ന മനുഷ്യനേക്കാളും മതകൃത ജാതിയായി. അയാൾ തന്ന ബാക്കി 25 പൈസ ഞാൻ വാങ്ങിച്ചു, അതും താഴെ ഇട്ടിട്ട് ആ ചെണ്ടയടിക്കുന്ന മനുഷ്യൻ്റെ കൊടുത്തു. അത് ഞാനെടുത്തു. ഞാൻ വീട്ടിലോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? എന്നെ നാട്ടിൽ എൻ്റെ നാട്ടുകാരെങ്കിലുമൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. കള്ളം പറയുകയല്ല, കള്ളം പറയത്തില്ല വർഗീസ്. എൻ്റെ നാട്ടിൽ എൻ്റെ പപ്പ എല്ലാവരും വലിയ സാറെന്നാണ് വിളിക്കുന്നത്, പാപ്പി സാറ്,
ബിവിയിലെ പാപ്പി സാർ. എന്നെ ഒത്തിരി പേരും പകുതി ആൾക്കാരും ആ നാട്ടിലുള്ളവർ കൊച്ചു സാറെന്നാണ് വിളിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശവമെടുക്കുന്ന മനുഷ്യനേക്കാളും അധകൃത ജാതിയായി കിടന്നു. കഷ്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ വന്ന് സഹിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് കട്ടറയിൽ 7 സഭയുണ്ട്. കഷ്ടം വന്നാൽ സഹിക്കണം. ബില്ലി ഗ്രഹാമിൻ്റെ കഥ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഫ്രാങ്ക്ലിൻ ഡ്രഗ് അഡിക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. തിരികെ വന്നു. വേറൊരു കാര്യം, തൻ്റെ 2ാമത്തെ മകൾ രൂത്ത്, എനിക്കറിയാം, ഞാൻ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് എൻ്റെയൊക്കെ പരിചയപ്പെടുത്തി. ഞാൻ ബില്ലി ഗ്രാമിൻ്റെ 2ാമത്തെ മോളാണ് രൂത്ത്. അവർ പഴയായിരുന്നു. ഇതെല്ലാം അദ്ദേഹം സഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയായിരുന്നു ഏറെ നാൾ. അദ്ദേഹം വയസ്സാം കാലത്ത് പാർക്കിൻസൺ അസുഖമായിട്ട് രോഗിയായിരുന്നു. അദ്ദേഹം വിശ്വാസം വിട്ടില്ല. കഷ്ടം സഹിക്കുക. അത് വന്നു, സഹിച്ചു. അത് വന്നത് നന്നായി എന്ന് പറഞ്ഞില്ല, വന്നാൽ സഹിക്കണം. പൗലോസ് പറഞ്ഞത് കേട്ടാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കഷ്ടം വന്നാൽ സഹിക്കണം. പൗലോസിൻ്റെ അനുഭവങ്ങൾ കേട്ടാട്ടെ. ഒന്നിച്ച് പറയാൻ പോവാണ്. അടുക്കിന് ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടപ്പോഴേക്കും കണ്ണിൻ്റെ കാഴ്ച പോയി. തിന്നുകയും കുടിക്കാതെയും ഇരിക്കാതെ 3 ദിവസം ഇരുന്നു. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കണം. വെള്ളം പോലും കുടിക്കാതെ 3 ദിവസം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലാണ്. 3 ദിവസം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ ചിലർ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ദ ലൈഫ് വിൽ ബി എ ബെഡ് ഓഫ് റോസസ്, അല്ലേ, എല്ലാം സുഖമായിരിക്കും. അല്ല, ആയിരിക്കണമെന്നില്ല. ആയിരിക്കുന്നവരുണ്ട് കുറച്ച് പേർ. അധികം പേർക്കും അതിൻ്റേതായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടാകും. പൗലോസ് വിട്ടിട്ട് പോയില്ല. പൗലോസ് 9:29, അപ്പോസ്തല പ്രവൃത്തി 9:29, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി, അവനെ കൊന്നുകളയാൻ. അയ്യോ, എന്തുമാത്രം ഭയം ഉണ്ടായി കാണും. 3 അപ്പോസ്തല പ്രവൃത്തി 13:50, യഹൂദന്മാർ പട്ടണത്തിൻ്റെ അതിൽ നിന്ന് അവനെ പുറത്താക്കി കളഞ്ഞു, പട്ടണത്തിൽ നിന്ന് വെളിയിലടിച്ചു. എന്ത് കഷ്ടം. 4 അപ്പോസ്തല പ്രവൃത്തി 14:5, യഹൂദന്മാർ സ്വന്തപ്പെട്ടവരുടെ കാര്യമായി പറയുന്നത് കേട്ടോ, അവനെ അപമാനിച്ച് കല്ലെറിയുവാൻ പദ്ധതി ഉണ്ടാക്കി. 5 അപ്പോസ്തല പ്രവൃത്തി 14:19, യഹൂദന്മാർ പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. 6 അപ്പോസ്തല പ്രവൃത്തി 16:22, പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു കളഞ്ഞു, കോൽ കൊണ്ട് അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി. 7 22:22, ഇങ്ങനെ അവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂവി വിളിച്ചു, വസ്ത്രം കീഴ്ക്കളഞ്ഞും പൂഴിവാരി മേലോട്ട് എറിഞ്ഞും അവനെ അപമാനിച്ചു. അവൻ യേശുവിനെ വിട്ടില്ല, കർവാപ്പസിയിലേക്ക് പോയില്ല. 8 1 കൊരിന്ത്യർ 4:12, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുന്നു. ബി ശകാരം കേൾക്കുന്നു. സി ഉപദ്രവം ഏൽക്കുന്നു. ഡി ദൂഷണം കേൾക്കുന്നു. ഡി ലോകത്തിൻ്റെ ചവറ് പോലെയും സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. മനസ്സിലാകത്തില്ല നമുക്ക്, അല്ലേ? നമ്മൾ അഴുക്കൊക്കെ വീട്ടിൽ നിന്നെല്ലാം തൂത്തുവാരിയിട്ട് വെളിക്കൊണ്ട് കളയത്തില്ല, അതുപോലെ ആയി തീർന്നു പൗലോസ്. അവൻ കർവാപ്പസയിൽ പോയില്ല. അവൻ തിരികെ പോയിരുന്നെങ്കിൽ എത്ര വലിയ ഉയർന്ന സ്ഥാനം അവന് കിട്ടുമായിരുന്നു. പക്ഷേ അവന് മനസ്സിലായി ആ സ്ഥാനത്തേക്കാൾ വലുത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ്. 9 2 കൊരിന്ത്യർ 11:24 ഒരു ലിസ്റ്റ് തന്നിരിക്കുകയാണ്. 1 5 വട്ടം 39 പ്രാവശ്യം അടി കൊണ്ടു. യഹൂദന്മാരുടെ കണക്കാണ് കേട്ടോ. 40 അടിക്കാൻ പാടില്ല, 39 അടിക്കാൻ പാടുള്ളൂ. 2 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു. അത് പുറജാതികളുടെയാണ്, റോമക്കാരുടെയാണ്. ഇഷ്ടം പോലെ അടിക്കാം, ചാവാറാവുന്നത് വരെ അടിക്കാം. 3 ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 4 3 വട്ടം കപ്പൽ ഛേദം. 5 ഒരു രാത്രിയും പകലും വെള്ളത്തിൽ. 6 കള്ളന്മാരുടെ ആപത്ത്. 7 കള്ള സഹോദരന്മാരുടെ ആപത്ത്. 8 പലവട്ടം പട്ടിണി. 9 പൈദാഹം എന്ന് പറഞ്ഞ ദാഹം. നിങ്ങളങ്ങനെ ദാഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ദാഹിച്ചിട്ടുണ്ടോ എനിക്കറിയാം, പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് അറിയാം. 10 ശൈത്യം. 11 നഗ്നത. 12 മതിലിലെ ജനലിലൂടെ രാത്രിയുടെ ഇരുട്ടിൽ ഒരു കൊട്ടയിൽ അവനെ ഇറക്കി വിട്ടു. ഇതാ വേറൊരു കാര്യം. 10ാമത്തെ ഇതിനകത്ത് വരികയാണ്. 2 തിമോത്തിയോസ് 2:9, ചങ്ങലയ്ക്കകത്തിട്ടു. നോ ക്രോസ് നോ ക്രൗൺ. കുരിശില്ലാതെ കിരീടമില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? പൗലോസ് 13 ലേഖനം എഴുതിയത് ഈ വേദപുസ്തകത്തിനകത്തുണ്ട്.
അന്നറിയപ്പെട്ട യൂറോപ്പ് മുഴുവൻ സഭകൾ സ്ഥാപിച്ചു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കഷ്ടത പ്രതീക്ഷിക്കരുത്. കഷ്ടത വന്നാൽ അത് സന്തോഷത്തോടെ സഹിക്കണം. അത് നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോവുകയല്ല, മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കണം ഇടയായി തീരട്ടെ. അതുകൊണ്ട് പൗലോസിന് കിട്ടിയ അനുഗ്രഹം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്കും തരട്ടെ. കഷ്ടത സഹിക്കുക, കഷ്ടത പ്രതീക്ഷിക്കരുത്, കഷ്ടത ഉണ്ടാക്കരുത്. വന്നാൽ സഹിക്കുക. യേശു സഹിച്ചു, പൗലോസ് സഹിച്ചു, പത്രോസ് സഹിച്ചു. ഓർക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും വന്നെന്ന് വരാം. പ്രതീക്ഷിക്കരുത്, വന്നാൽ. മൂന്നാമത്തെ കാര്യം, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. ആര്? ബിഷപ്പ് തിമോത്തിയോസ് ബിഷപ്പായിരുന്നു. ബിഷപ്പ് തിമോത്തിയോസിനോട് പറയുകയാണ്, അടുത്ത വീട്ടിലേക്ക് പോകണം, അടുത്ത ജയിലിലേക്ക് പോകണം. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അയ്യോ ക്ഷമിക്കണം നിങ്ങൾ എന്നോട് കേട്ടോ. നമ്മുടെ ബിഷപ്പുമാർ, നമ്മുടെ പട്ടക്കാർ, നമ്മുടെ പാസ്റ്റർമാർ ഒരു ആരവാരവും ഇല്ലാതെ ഇല്ലേ, എനിക്ക് 2 വിധത്തിൽ പോകാം. നേർച്ചോടത്ത് ജയിലിലോട്ട് പോകണം. ഞാൻ നേരത്തെ അറിയിച്ച് എൻ്റെ കൂടെ ഒരു 10-15 പേരും എല്ലാവരും കൂടെ ഞാനിങ്ങനെ അങ്ങോട്ട് ചെല്ലുക അല്ലേ. അപ്പോൾ ഒരു ആരവാരവും. അടുത്ത വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് പാസ്റ്റർ വരുന്നു, വലിയ പാസ്റ്റർ വരുന്നു കേട്ടോ, വലിയ പട്ടക്കാരൻ വരുന്നു കേട്ടോ, വലിയ ബിഷപ്പ് വരുന്നു. ഇതൊന്നുമില്ലാതെ അടുത്ത വീട്ടിലോട്ട് പോയി സുവിശേഷം പറഞ്ഞിട്ട് എത്ര നാളായി ഈ ക്രിസ്മസിന്, അല്ല അതിന് ശേഷമുള്ള ഒരു ദിവസം ജനുവരി 26-ന്, ആഗസ്റ്റ് 15-ന്, ഓണത്തിന് അടുത്തൊരു വീട്ടിൽ പോയി സുവിശേഷം പറയുവാൻ നമുക്ക് കഴിയണം. അടുത്ത ആശുപത്രിയിലേക്ക് നമ്മൾ പോകണം, അടുത്ത ജയിലിലേക്ക് നമുക്ക് പോകണം. 4, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി എന്ന് പറഞ്ഞാൽ അളവ് പാത്രം നിറഞ്ഞ് പൂർണ്ണമായി തീരണം. നിറപടിയായി. പഴയകാലത്ത് പടി, അളവ് പാത്രം, അത് നിറയണം. പഴയകാലത്ത് നെല്ലളക്കുന്നത് അല്ലെങ്കിൽ അരി അളക്കുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ അതിന് പക്ക എന്ന് പറയും. വേറെ ഒരു അളവ് പാത്രം അതിനകത്തിട്ടും വെച്ച് 2 വിധത്തിലുള്ളതുകൊണ്ട്, ഒന്ന് കോരിയിടും, 2 വെച്ച് കഴിഞ്ഞും വെച്ച് അതിങ്ങനെ വടിച്ചങ്ങ് മാറ്റും. അതാണ് നിറപടി. അതിന് നിറപടിയായിട്ട് അളവ് പാത്രം പൂർണ്ണമായിട്ട് നിർവഹിക്കുക. എനിക്ക് ജീവിതത്തിനകത്ത് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ എനിക്കായി കരുതിയിരിക്കുന്ന സകല അനുഗ്രഹവും, എനിക്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹവും ഇവിടെ ചോദിച്ചു വാങ്ങിക്കണം. ബലാത്കാരമായിട്ട് എൻ്റേതാക്കി തീർക്കണം. മത്തായി എഴുതിയ സുവിശേഷം 11:12 പറയുന്നു, ബലാത്കാരികൾ സകലതും പിടിച്ചെടുക്കുന്നു. 2, സ്വർഗത്തിലെ ദൈവം എനിക്കായി കരുതിയിരിക്കുന്ന സകല ജോലിയും നിറവടിയായിട്ട് ചെയ്തു തീർക്കണം. ചിലരെ സഹായിക്കാൻ അതായിരിക്കാം, കുറച്ച് ട്രാക്റ്റ് കൊടുക്കുന്നതായിരിക്കാം, ചിലരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുന്നതാകാം, ചിലരെ മെൻറ്റോർ ചെയ്യുന്നതായിരിക്കാം, ചില പുസ്തകങ്ങൾ എഴുതാനായിരിക്കാം, ചില പുസ്തകങ്ങൾ ചിലർക്ക് കൊടുക്കാനായിരിക്കാം, ചിലർക്ക് ഫോൺ ചെയ്യുന്നതായിരിക്കാം. ദൈവം എന്നെപ്പറ്റി എന്തെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്യണം. വിചാരിച്ചാട്ടെ, ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരാൾക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ എഴുതിയിടുന്ന നല്ല മനുഷ്യരുണ്ട്. എനിക്ക് അടുത്ത 13-ാം തീയതി ചെയ്യാനുള്ള ജോലി ഇന്നതാ. ദൈവം എന്നെപ്പറ്റി ഉദ്ദേശിച്ചിട്ട് ഓരോന്നും ഞാൻ ചെയ്തു കഴിയുമ്പോൾ ദൈവം ടിക്ക് ചെയ്ത് പോകണം. ചെയ്തില്ല എന്നുള്ള ഇൻഡു മാർക്ക് ഉണ്ടാകാൻ ഇടയാകരുത്. ദൈവം നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ ജോലികളും ചെയ്യണം. 5-ാമത്തെ കാര്യം അവിടെ പറയുകയാണ്, പൗലോസ് തിമോത്തിയോസിന് എഴുതുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഒരു പരിഭാഷ ഇങ്ങനെയാണ്, ഫോർ ഐ എം ആൾറെഡി ബീയിങ് ഒഫേർഡ്. ഞാൻ ഇപ്പോൾ തന്നെ പാനീയമായിട്ട് അർപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ നിര്യാണകാലവും ഞാൻ മരിക്കുന്ന സമയവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. കോവിഡ് എന്നെ അസ്വസ്ഥനാക്കും, പക്ഷേ ഞാൻ ഇത് ഇടയ്ക്ക് കയറി പറയുകയാണ് കേട്ടോ, പക്ഷേ ഞാൻ എൻ്റെ ഓട്ടം തികയ്ക്കും, ഞാൻ എൻ്റെ വിശ്വാസം കാക്കും. ഞാൻ എവിടെയാണെങ്കിലും ശരി എൻ്റെ വിശ്വാസം കാത്ത് എൻ്റെ ഓട്ടം തികയ്ക്കും. സാധു സുന്ദർ സിംഗ് ജീവിച്ചിരുന്ന കാലത്ത് കർത്താർ സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബി സിഖുകാരൻ, ചെറുപ്പത്തിലെ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് കേൾക്കുന്നില്ല. എന്നാൽ സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. കർത്താർ സിംഗ് രക്ഷിക്കപ്പെട്ടു. സുന്ദർ സിംഗിനെ പോലെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പറയണമെന്നൊരാഗ്രഹം. മലയാളിയല്ലായിരുന്നു അവർ രണ്ടുപേരും. മലയാളികൾക്ക് എന്തോ ആഗ്രഹം, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ സുവിശേഷം പറയണം. അവിടെ 25 സഭയുണ്ടെങ്കിലും സാരമില്ല, അതിനിടയ്ക്ക് ഞാനൊരു സഭ പിന്നെയും സ്ഥാപിക്കും. എന്തുകൊണ്ട് നാം കാസർഗോഡിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നാം പാലക്കാടേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നാം കണ്ണൂരിനപ്പുറത്തേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നാം ഇടുക്കിയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് തെക്കോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് സുവിശേഷം കേട്ടിട്ടില്ലാത്ത മൈസൂറിലേക്ക് പോകുന്നില്ല? ബാംഗ്ലൂർ സിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മംഗലാപുരത്തെ അല്ല പറയുന്നത്. യേശുവിനെ പറ്റി കേട്ടില്ലാത്തവരിലേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല? കർത്താർ സിംഗിൻ്റെ ഒരാഗ്രഹം യേശുവിനെ പറ്റി കേട്ടില്ലാത്തവരോട് പറയണം. അദ്ദേഹം ടിബറ്റിൽ പോയി. അന്ന് ടിബറ്റ് ഭരിക്കുന്നത് ദലൈലാമയാണ്. ബുദ്ധമതത്തിൻ്റെ മതം മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യം. ബുദ്ധമതത്തിലെ പോപ്പാണ് ദലൈലാമ.
ഇദ്ദേഹത്തെ പിടിച്ചു, ദലൈലാമയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ദലൈലാമ വിധിച്ചു, യവനെ യാക്കെന്ന് പറയുന്ന മൃഗത്തിൻ്റെ തോലിനകത്ത്, പച്ചത്തോലിനകത്ത് പൊതിഞ്ഞ് നാൽക്കവലയിലെടുത്ത്. അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എല്ലാവരും കാങ്കി അവിടെ കിടന്ന് പതുക്കെ മരിക്കും. ഇദ്ദേഹത്തിനൊക്കെ പറഞ്ഞു യേശുവിനെ ഉപേക്ഷിക്കാം. ഇല്ല, യേശുവിനെ ഉപേക്ഷിച്ച് ഇനി മേലാൽ ടിബറ്റിൽ കാലുകുത്തത്തിൽ എന്ന് പറയാമെങ്കിൽ നിന്നെ വിട്ടേക്കാം. ഇല്ല, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. ശരി, യാക്കെന്ന് പറയുന്ന മൃഗത്തിൻ്റെ തോലിനകത്ത് പൊതിഞ്ഞ് നാൽക്കവലയിൽ ഇട്ടാട്ടെ. അയാളെ അവിടെ കൊണ്ടിട്ടു. അയാളവിടെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാഹിക്കുന്നു. അയാൾ വിളിച്ചു പറയാൻ തുടങ്ങി, പാനി. പട്ടാളക്കാർ ചിരിച്ചു, പോലീസുകാർ ചിരിച്ചു. യേശുവിനെ ഉപേക്ഷിച്ചാൽ തരാം, വെള്ളം തരാം. വെള്ളം വെച്ചിട്ടുണ്ടോ? തരാം. വേണ്ട, യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു ശബ്ദം കേട്ടു. കാരണം ഈ തോല്, പച്ചത്തോല് ഉണങ്ങി വരുമ്പോൾ അത് മുറുകി വരിക. ഒരു വാരിയൽ ഒടിഞ്ഞു, അടുത്ത വാരിയൽ ഒടിഞ്ഞു. വേദന സഹിക്കാൻ വയ്യ. അദ്ദേഹം നിലവിളിച്ചു. ആട്ടാക്കാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞു ശ്വാസം പോകാറായി. അദ്ദേഹം പറഞ്ഞു, മേര ഇഞ്ചിൽ, എൻ്റെ പുതിയ നിയമം തന്നാട്ട്. അതിനാണ് ഇഞ്ചിൽ എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലായി എന്താ വേണം, പിന്നെ പെൻസിൽ കൊടുത്തണം. അവർക്ക് മനസ്സിലായി എഴുതി തരാൻ പോവാണ്. ഇനി ഞാൻ യേശുവിനെ പ്രസംഗിക്കത്തില്ല, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുന്നു, ഞാൻ തിരികെ പോകുന്നു, ഇന്ത്യയിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. അവരെളുപ്പം അദ്ദേഹത്തിൻ്റെ ബൈബിൾ കൊണ്ട് കൊടുത്തു, പുതിയ നിയമം കൊണ്ട് കൊടുത്തു, പുതിയ പെൻസിൽ കൊണ്ട് കൊടുത്തു. ഉറുദു വേദപുസ്തകത്തിൻ്റെ ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വലത്തുവശത്തെ പേജ്, ആദ്യത്തെ പേജിനകത്ത് അത് ബ്ലാങ്കാണ്. അവിടോട്ട് അദ്ദേഹം എഴുതി വെച്ചു, ഇതുപോലെ എനിക്ക് 1000 ജീവൻ കൂടി ഉണ്ടായിരുന്നാലും ആ എല്ലാ ജീവിതവും ഞാൻ യേശുവിനായിട്ട് കൊടുക്കുവാൻ സമർപ്പിക്കുന്നു. ഒപ്പിട്ടു, മരിച്ചു. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയകമായി അർപ്പിക്കപ്പെടുന്നു. എങ്ങനെയാണോ 2 ഗ്ലാസ്സിനകത്ത് വെള്ളം ഇരിക്കുന്നു, അതിനകത്ത് 1 ഗ്ലാസ്സിനകത്ത് വെള്ളം, അത് മറ്റേ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുന്നു. ഹല്ലേലൂയ. ഞാനോ ഇപ്പോഴോ പാനീയകമായിട്ട് അർപ്പിക്കപ്പെടുന്നു. ഒരു ദിവസം എൻ്റെ അന്ത്യശ്വാസമായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ കർത്താവിനായിട്ട് ജീവിക്കും. അതാണ് പറയുന്നത്. അവനോ വളരണം, ഞാനോ കുറയണം. ദൈവനാമം മഹത്വപ്പെടണം. വാചവടിക്കാൻ വലിയ എളുപ്പമാണ്. ചർച്ചിനകത്ത് നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ എളുപ്പമാണ്. റോഡിൽ ചെന്ന് ഒരു സാക്ഷ്യം പറയുവാൻ, ഒരു യേശു ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയായിട്ട് ജീവിക്കുവാൻ, മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസമാണ്. നാം ജീവിക്കുന്നവരായിത്തീരണം. 6, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പൗലോസിന് പല കിരീടങ്ങളെപ്പറ്റി പറയാറുണ്ട്. ചില മതം പറയുന്നത് ഇവിടെ മരിക്കുമ്പോൾ പിന്നെ പുനർജന്മമാണ്. ചിലപ്പോൾ പുഴുവായിട്ട് ജനിക്കാം, കുരങ്ങായിട്ട് ജനിക്കാം, ചിലപ്പോൾ പശുവായിട്ട് ജനിക്കാം, ചിലപ്പോൾ സിംഹമായിട്ട് ജനിക്കാം. വേറെ ചില മതം പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ ഒത്തിരി സുന്ദരിമാരെ കിട്ടും. എന്നാൽ എൻ്റെ ദൈവം പറയുന്നത്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ യേശു എവിടെയാണോ ഞാൻ അവിടെ ആയിരിക്കും. അതാണ് എൻ്റെ പ്രത്യാശ, അതാണ് എൻ്റെ പ്രതിഫലം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, വർഗീഷേ, നീ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, എന്നെ ആരും അടിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാണ് കേട്ടോ, അടികൊണ്ടിട്ടില്ല. പക്ഷെ നീ ഒത്തിരി കഷ്ടപ്പെട്ടു, നീ ഗ്രാമങ്ങളിൽ പോയി, നീ പർവ്വതം കയറി ഇറങ്ങി, നീ വേറെ ആരും പോകാത്ത സ്ഥലങ്ങളിൽ നീ നടന്നു പോയി സുവിശേഷം പ്രസംഗിച്ചു. അതുകൊണ്ട് നീ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നീ എന്തുമായിരിക്കും നിൻ്റെ സ്ഥാനം? നീ യേശുവിൻ്റെ അടുക്കലായിരിക്കുമോ ഇരിക്കുന്നത്? യേശു ഇരിക്കുന്നു, അതിന് അടുക്കലിരിക്കും വിശ്വാസികൾ. നീ യേശുവിൻ്റെ അടുക്കലായിരിക്കും. എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം ഇച്ചിരി ഭ്രാന്ത് പിടിച്ചൊരു സ്വപ്നമാണ്. ഞാൻ സ്വർഗത്തിൽ ചെല്ലും. ഹല്ലേലൂയ. വിശ്വാസികളെല്ലാം കൂടെ വരുന്ന സമയത്ത് അവിടെ ഞാനിങ്ങനെ ഒരു ഭാവന കാണും. ഞാൻ ഭാവന മനുഷ്യനാണ്, അതുകൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ പുതിയ സിനിമ നിങ്ങൾ കാണണം, ബെറ്റർ ഹാഫ് നിങ്ങൾ കാണണം. സുന്ദരമായ ഒരു സിനിമ, എൻ്റെ 5ാമത്തെ സിനിമ. ഭാവനയുള്ളവന് മാത്രമേ സിനിമ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. എൻ്റെ ഭാവനയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പ്രധാന ദൂതൻ പേര് വിളിക്കും. അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് കേട്ടോ. എൻ്റെ ഭാവന ഇതാണ്, ഓരോ രാജ്യക്കാരും മുമ്പോട്ട് വരട്ടെ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ മാർച്ച് ചെയ്ത് വരികയാണ്. പേൾ ഗേറ്റിനകത്തൂടെ, മുത്തുകൊണ്ടുള്ള വാതിലിനകത്തൂടെ ആളുകൾ വരികയാണ്. അവിടെ നിന്നുകൊണ്ട് വിളിക്കും പ്രധാന ദൂതൻ, അർജൻറ്റീന ABCD എന്ന് വിളിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഭാവന അർജൻറ്റീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൂടി നടന്നു വരികയാണ്. അർജൻറ്റീന എന്ന് പറയും, ബ്രസീൽ എന്ന് വരികയാണ്, ചൈന എന്ന് വിളിക്കും വരികയാണ്, ഡെൻമാർക്ക് എന്ന് വിളിക്കും വരികയാണ്, ഇംഗ്ലണ്ട് എന്ന് വിളിക്കും വരികയാണ്, ഫ്രാൻസ് എന്ന് വിളിക്കും വരികയാണ്, ജർമ്മനി എന്ന് വിളിക്കും വരികയാണ്, ഹോളണ്ട് എന്ന് വിളിക്കും വരികയാണ്, ഇന്ത്യ എന്ന് വിളിക്കുമ്പോൾ വർഗീസ് എന്ത് ചെയ്യുമെന്നറിയാം? ഞാൻ ഓടും, പേൾഗേറ്റിലേക്ക് ഓടും. ഞാൻ നോക്കും 4 വശത്തും എവിടെയെങ്കിലും 2 കൊടി കണ്ടാൽ, 1 കൊടി കണ്ടാലും ഞാൻ ആ കൊടി എടുക്കും. ഞാൻ അവിടത്തേക്ക് എടുക്കും. പേൾഗേറ്റിന് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ നിൽക്കും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും. ഓരോ സ്റ്റേറ്റുകാരും വരുന്ന സമയത്ത് ഞാൻ കൊടി വീശിക്കൊണ്ട് പറയും, ആന്ധ്രാപ്രദേശുകാർ വരട്ടെ, ബംഗാൾ വരട്ടെ, ഛത്തീസ്ഗഡ് വരട്ടെ, ഡൽഹി വരട്ടെ, ഗോവ, ജാർഖണ്ഡ്, കേരള
ലക്ഷദ്വീപ്, മണിപ്പൂർ വരട്ടെ, പഞ്ചാബ് വരട്ടെ, രാജസ്ഥാൻ വരട്ടെ, തമിഴ്നാട് വരട്ടെ, ഉത്തരാഞ്ചൽ വരട്ടെ. വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നുകൊണ്ട് കൊടി വീശി പറയും, നമ്മുടെ കഷ്ടം തീർന്നു, നമ്മുടെ പ്രയാസം തീർന്നു, ഇനി നമ്മളെ ആരും അടിക്കത്തില്ല, നമ്മുടെ സ്ത്രീകളെ ആരും മാനഭംഗപ്പെടുത്തത്തില്ല, നമ്മുടെ ചർച്ചിനെ ആരും ഇനിയും തീവക്കത്തില്ല, നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. എൻ്റെ പ്രതീക്ഷ അതാണ്. ജനങ്ങൾ മാർച്ച് ചെയ്ത് വരുമ്പോൾ, ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണും. കേരളത്തിൽ നിന്നുള്ളവർ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ഗേറ്റിൽ നിന്ന് തുള്ളിച്ചാടുകയായിരിക്കും, ഞാൻ നൃത്തം ചെയ്യുകയായിരിക്കും. ഞാൻ പറയും, നിങ്ങൾ എനിക്കായിട്ട് പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് പണം തന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണം ഊരി തന്നു, നിങ്ങളുടെ പുരയിടം വിറ്റിട്ട് ആ ഭൂമി പണം എനിക്ക് തന്നു, നന്ദി. ഹല്ലേലൂയ. അന്ന് 1000, 10000, ലക്ഷം, ഹല്ലേലൂയ, 2 ലക്ഷം ആൾക്കാർ ഇന്ത്യൻ വാഞ്ചിക്കൽ തീവ്നാത്തോട് രക്ഷിക്കപ്പെട്ട 2 ലക്ഷം ജനങ്ങൾ ഓടി വരും നിങ്ങളുടെ അടുക്കൽ, നിങ്ങൾക്ക് നന്ദി പറയാനായിട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും, നിങ്ങൾ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ ഗ്രാമത്തിലൊരു കൺവെൻഷൻ നടത്തി തന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തിയത് 1067 സുവിശേഷ വേലക്കാർ വന്നിട്ട് നിങ്ങൾ പലരെയും കണ്ടുപിടിച്ചിട്ട് പറയും, നിങ്ങൾ എനിക്ക് മാസം തോറും സപ്പോർട്ട് തന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മക്കളെ പഠിപ്പിച്ചു, എൻ്റെ ഭാര്യ ആശുപത്രിയിലായിരുന്ന സമയത്ത് അവരുടെ ബില്ല് നിങ്ങൾ കൊടുത്തു, നിങ്ങൾ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നു, അതുകൊണ്ട് ഈ ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതൊക്കെ കണ്ട് ഞാൻ ദൂരെ നിന്ന് സന്തോഷിക്കും. വേറെ ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ കർത്താവ്. ഇത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ മതി. ഹല്ലേലൂയ. അന്ന് നിങ്ങളുടെ ഹൃദയം പിടഞ്ഞു വികസിക്കും. 10ാമത്തെ അടുത്ത കാര്യം, 7ാമത്തെ കാര്യം പൗലോസ് പറയുകയാണ്, കർത്താവ് എനിക്ക് തരും. തീർന്നില്ല. 8ാമത്തെ കാര്യം പ്രാധാന്യം അറിയിക്കുന്നത്, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി പ്രിയം വെച്ച ഏവർക്കും, ജീസസ് ഫാമിലി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കാണുന്ന ഏവർക്കും, രക്ഷിക്കപ്പെട്ട സകലർക്കും എനിക്ക് കുറേ ഹീറോമാർ ഭൂമിയിലുണ്ട്. USA അല്ല, അമേരിക്കയിലല്ല, ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്, എൻ്റെ കട്രായിലുണ്ട്. എൻ്റെ ആദ്യത്തെ വിശ്വാസി മണിറാം സ്നാനപ്പെട്ടപ്പോൾ പത്രോസ് എന്ന് പേരിട്ടു. എൻ്റെ ഭാര്യ സത്യ എന്നായിരുന്നു. ഞാൻ റാഖേൽ എന്ന് പേരിട്ടു. റാഖേൽ ഉറുദുവിനകത്ത് റാഖേൽ എന്ന് പേരിട്ടു. പത്രോസ് മരിക്കാൻ നേരം ഭാര്യയെയും മകനെയും വിളിച്ചു വെച്ച് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, നിങ്ങൾ വിശ്വാസം വിടരുത്, ആരെല്ലാം എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും യേശുവിനെ വിടരുത്. എന്നിട്ടൊരു അഭ്യർത്ഥന ചെയ്തു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി കല്ലറ ഉണ്ടാക്കരുത്, ഒരു ദിവസം തുറക്കാനുള്ള ആ കല്ലറയ്ക്ക് നിങ്ങൾ എന്തിന് സിമെൻ്റ് ഇടണം എന്ന പ്രത്യാശ ഉണ്ടായിരുന്നു. ഒരു ദിവസം കാഹളം മുഴങ്ങും, അന്ന് പ്രധാന ദൂതൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോകും. അവന് അവിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ റാഖേൽ, സത്യ എന്ന പേരുണ്ടായിരുന്ന റാഖേൽ, ഇപ്പോഴും ഉണ്ട് റാഖേൽ വിധവയാണ്. അവൾ ജോലി ചെയ്യുകയായിരുന്നു. എവിടെ? അമ്പലത്തിൻ്റെ അവിടോട്ട് കയറിപ്പോകുന്നിടത്ത് റോഡ് തൂക്കുന്ന തൂപ്പുകാരിയായിരുന്നു. അവിടെ ജോലി അങ്ങ് പോയി. ക്രിസ്ത്യാനി ആയത് കാരണം അവൾ യേശുവിനെ ഉപേക്ഷിച്ച്, വീട്ടിൽ വേറെ വരുമാനമില്ല, ഭർത്താവ് മരിച്ചു, വേറെ വരുമാനമില്ല. പക്ഷേ ആ സ്ത്രീ കർത്താവിനെ വിട്ടില്ല. അവളെൻ്റെ ഹീറോയാണ്. ഹന്ന എല്ലും കോലുമായ ഒരു സ്ത്രീ. കണ്ടാൽ നിങ്ങൾക്ക് വരുമെന്ന് തോന്നുന്നു. അതുപോലെ സങ്കടന്ന് JMSക്ക് പാതിരി സാബ് പല്ലൊക്കെ ഉന്തിയതാണ്, പകുതി പല്ലേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞുണ്ടേ എനിക്ക് 2 മുട്ട പുഴുങ്ങി പൊളിച്ചു കൊണ്ടുവച്ചു. ഞാൻ പറഞ്ഞു, ഹന്ന ഒരു മുട്ട ഹന്ന തിന്ന്, വേണ്ട ഉപദേശി കഴിച്ചോ, എനിക്ക് ദൈവം ബലം തരും. അവരെൻ്റെ ഹീറോയാണ്. ടാക്സ് കൊടുക്കുന്ന ഹന്ന എൻ്റെ ഹീറോയാണ്. ഹല്ലേലൂയ. സാറ വേറൊരു വിധവ, അവരുടെ ഒരു പശു ചത്തു. എല്ലാവരും പറഞ്ഞു, നീ നമ്മുടെ മതം വിട്ടിട്ട് നബിയായ യേശുവിൻ്റെ പിന്നാലെ പോയിട്ടാണ്. അവരുടെ പഴയ പേര് മുതാബു എന്നാണ്. മുതാബു യേശുവിനെ വിട്ടില്ല. അവരുടെ 2ാമത്തെ പശു ചത്തു. അവർ യേശുവിനെ വിട്ടില്ല. അടുത്തൊരു പശുവിൻ്റെ ഒരു കിടാവ് ഉണ്ടായിരുന്നു. ഓരോ ആഴ്ചയിലും ഓരോ ആദ്യത്തെ പശു, 2ാമത്തെ പശു കിടാവ് ചത്തു. അതിനടുത്ത് ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ പെരുമഴ വന്നു. അവരുടെ വീട് മുഴുവൻ ഇടിഞ്ഞ് താഴെ വീണു. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോടെ കല്യാണത്തിന് കഴുതി വെച്ചിരുന്ന പശുവാണ്, എൻ്റെ 2 പശുക്കളും ചത്തു, പശുക്കിടാവും ചത്തു, ഭാര്യ എൻ്റെ മോക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന വസ്ത്രമെല്ലാം പോയി. ഉപദേശി
പക്ഷേ അവരുടെ കല്യാണം ദൈവം നടത്തിക്കൊടുത്തു. ഞാനാണ് കല്യാണം നടത്തിയത്. എൻ്റെ കൂടെ പാസ്റ്റർ ഒ ജെ വിൽസൺ, ജബൽപൂരുകാരൻ ഒ ജെ വിൽസനെ വന്ന് എൻ്റെ ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ സഹോദരി അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മച്ചിയെ പറഞ്ഞു, ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ സാക്ഷ്യം എൻ്റെ രൂത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കണം. അതിനകത്ത് ഞാൻ അവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകളെ പത്രോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, റാഖേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സാറായെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു, അന്ന് എൻ്റെ ആദ്യത്തെ പശു ചത്തപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു, നീ നബിയുടെ പുറകെ പോയിട്ടാണ്. രണ്ടാമത്തെ പശു ചത്തപ്പോൾ പറഞ്ഞു, നീ നബിയുടെ പുറകെ പോയിട്ടാണ്. പശു കിടാവും ചത്തപ്പോൾ പറഞ്ഞു, നീ നബിയുടെ പുറകെ പോയിട്ടാണ്. എൻ്റെ വീടും പോയപ്പോൾ പറഞ്ഞു, നീ നബിയുടെ പുറകെ പോയിട്ടാണ്. പക്ഷേ ഞാൻ യേശുവിനെ ഉപേക്ഷിച്ചില്ല. ഞാൻ ആരാധനയ്ക്ക് എല്ലാ ഞായറാഴ്ചയോടെ ഉണ്ടായിരിക്കും. ഇതാ എൻ്റെ മോടെ കല്യാണം നടന്നു. അതിന് മുമ്പ് സ്വർഗസ്ഥനായ ദൈവം വീട് പണിത് കൊടുത്തു. ആദ്യത്തെ ഇലക്ട്രിസിറ്റിയുള്ള വീട് ആ കൂട്ടത്തിൽ അവരുടേതായിരുന്നു. ഇലക്ട്രിസിറ്റി, ബാക്കിയെല്ലാം മണ്ണെണ്ണ വിളക്ക് വെക്കുന്ന സമയത്ത് അവർ ഇലക്ട്രിസിറ്റി വെച്ചു. പറഞ്ഞു, കല്യാണം നടന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കല്യാണം നടന്ന കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായാൽ കടയിൽ, പലചരക്കടയിൽ കടം കാണും, തുണിക്കടയിൽ കടം കാണും. ഒരൊറ്റ രൂപ കടമില്ലാതെ ഇത് ആദ്യമായിട്ട് ഞാൻ കല്യാണം നടത്തിയിരിക്കുന്നത്. എന്താ കാര്യം? ഈ ദൈവം കഷ്ടം വന്നാൽ പുറകോട്ട് പോരുത്, ഖർവാപ്പസിയിൽ പോകരുത്. കർത്താവ് എനിക്ക് പ്രതിഫലം തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയ്ക്കും പ്രിയം വെച്ചവർക്കും കൊടുക്കും. ഇവരൊക്കെ എൻ്റെ ഹീറോയാണ്. എനിക്കിനിയും ഒരാളിനേക്കൂടെ ഓർമ്മ വരുന്നു. അടുത്തത് നിങ്ങളായിരിക്കണം. അടുത്ത ഹീറോ. ഹല്ലേലൂയ. മടങ്ങിപ്പോകാൻ അവസരം കിട്ടിയാലും മടങ്ങിപ്പോകാതെ ഇരിക്കാൻ ആരുടെ മടങ്ങിപ്പോകാത്തവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. അതുകൊണ്ട് കൂടപ്പിറപ്പെ മടങ്ങിപ്പോകാൻ, വിശ്വാസത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി ആ നഷ്ടമെല്ലാം നാളത്തെ ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെ ഓർമ്മ വെച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൂടെ നടക്കാമെങ്കിൽ നാം ഒരു ദിവസം സ്വർഗത്തിൽ വെച്ച് കാണും. ഞാൻ ആ പേൾ ഗേറ്റിൽ ഉണ്ടായിരിക്കാം. കൊടി വീശുന്ന ഒരാളിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് പി ജി വർഗീസാണ്, ഞങ്ങളുടെ ഉപദേശിയാണ്, ഞങ്ങൾ വേദപുസ്തകം പഠിപ്പിച്ച മനുഷ്യനാണ്. ജീസസ് ഫാമിലിക്കകത്ത് വന്നിട്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങളോട് സംസാരിച്ച മനുഷ്യൻ ഇതാ നിൽക്കുന്നു. അന്ന് ഞാനും നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നൃത്തം ചെയ്യുവാൻ. ഈ ജീസസ് ഫാമിലിയുടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആര് പറയും ഞാൻ ദൈവത്തോട് വിശ്വസ്തരായിരിക്കും? എന്തെല്ലാം നഷ്ടം വന്നാലും ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല. എന്തെല്ലാം എനിക്ക് ഈ ഭൂമിയിൽ തരാമെന്ന് പറഞ്ഞാലും ഈ യേശുവിനെ വിട്ടിട്ട് ഖർവാപ്പസിലേക്ക് ഞാൻ മടങ്ങിപ്പോകത്തില്ല. യേശുവിനോട് മുമ്പോട്ട് പോകും. പൗലോസിനെ പോലെ കഷ്ടം വന്നാൽ സഹിക്കും. ഹല്ലേലൂയ. ഞാനത് പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ ആർക്ക് വേർപെടുത്തുവാൻ കഴിയും? ഒന്നിനും വേർപെടുത്താൻ സാധ്യമല്ല. ഒരു വ്യാമോഹത്തിനും സാധ്യമല്ല. ഒരു കഷ്ടത്തിനും സാധ്യമല്ല. ഒരു വാളിനും സാധ്യമല്ല. ഞാനും എൻ്റെ കർത്താവും കൂടി ഒന്നിച്ച് മുമ്പോട്ട് പോകും. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ തലയിൽ കൈവച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരു അപ്പോസ്തലനായിട്ട്, ഞാൻ അപ്പോസ്തലനാണെന്നൊന്നും വാചകടിക്കുകയല്ല കേട്ടോ, ഒരു അപ്പോസ്തലനായിട്ട്, ഒരു പ്രവാചകനായിട്ട്, ഒരു ദൈവദാസനായിട്ട്, ഒരു ഉപദേശിയായിട്ട്, നിങ്ങളുടെ മൂത്ത കാരണവരായിട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ധന്യമായി തീരണമേ. അവർ ഖർവാപ്പസിയിൽ പോകാതെ ദൈവത്തോട് വിശ്വസ്തരായിട്ട് ജീവിക്കട്ടെ. കഷ്ടം വന്നാൽ സന്തോഷത്തോടെ സഹിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും അവരെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ജീസസ് ഫാമിലി. എന്താണ് ജീസസ് ഫാമിലി? ആർക്കും വരാം, ആർക്കും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം, ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. അടുത്ത ആഴ്ച വീണ്ടും ജീസസ് ഫാമിലി ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ അങ്കിളിലൂടെ നല്ല ഒരു ആലോചന, നല്ല ഒരു മെസ്സേജ് കേൾക്കുവാൻ പ്രിയ കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ വചനം ഈ വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായ, കഷ്ടങ്ങൾ നിറഞ്ഞതായ, വളരെ സംശയങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതായ പ്രത്യേക ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് കൃത്യമായ ദിശ, പ്രത്യേകമായ ഡിറക്ഷൻ നൽകുന്നത്. ആ ദൈവിക വചനത്തിൻ്റെ ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കണം. ആയുസ്സും ആരോഗ്യം ബലം ദൈവിക അഭിഷേകത്തിന് ദൈവം നൽകുവാൻ നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ കൊറോണയുടേതായ കെടുതി വളരെ ശക്തമായി അത് വ്യാപരിച്ചു വരികയാണ്.
നമ്മളെല്ലാവരും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കേരളം മാത്രമല്ല, ഭാരതമെങ്ങും ഇത് ഇന്നും ഒരു വിഷയമാണ്. ലോകമെങ്ങും ഇതൊരു വിഷയമാണ്. ഈ മഹാമാരിയുടെ കെടുതി പൂർണ്ണമായും മാറുവാൻ ദൈവസഭ, ദൈവമക്കൾ നിശ്ചയമായും നിരന്തരമായി നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കാം. അത്ഭുതമായ വിടുതലുകൾ നൽകുന്ന ദൈവം നിശ്ചയമായി വിടുതൽ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിസ്സകല ജഡത്തിന് മീതെ അധികാരമുള്ള ദൈവമായിരിക്കാൽ സ്തോത്രം. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതായ വചനത്തിന് മുൻപിൽ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുവല്ലോ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഞങ്ങളെല്ലാ വിഷയങ്ങളോട് ഇന്ന് പകൽ കൃത്യമായി സംസാരിച്ച അങ്ങയുടെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചനപ്രകാരം നടക്കുവാൻ ആയിരിക്കാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി നാഥ, ഞങ്ങൾ ഈ സമയത്ത് കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊറോണയുടേതായ ശക്തമായ ഈ രോഗം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാഥ, നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം അവിടെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഈ ആരാധനയിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ആരെങ്കിലും കർത്താവേ ഈ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വചനം അയച്ച് നീ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളം മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളോട്, ജനതയോട് അങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തിരുസഭയായി നിന്നെ അങ്ങയുടെ മക്കളായി തിരുസന്നിധിയിൽ കർത്താവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊറോണതായ ഈ രോഗത്തിൻ്റെ മീതെ അങ്ങ് അധികാരമുള്ള ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരി പൂർണ്ണമായി ലോകത്തു നിന്നും കർത്താവ് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് രാജ്യത്തു നിന്നും നീങ്ങിപ്പോകട്ടെ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, ഞങ്ങളുടെ മതത്തിൽ നിന്നും പൂർണ്ണമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ, ദൈവമക്കൾ ഒരുമിച്ച് കർത്താവ് ഒരുമനപ്പെട്ട് ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം അതിൻ്റെ കർത്താവ് നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നതായ അങ്ങയുടെ ഭക്തരോട് മനസ്സിലിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിനും മറുപടികളെ കർത്താവെ കണ്ട് അത് പ്രാപിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരോടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും ദൈവസഭകളെയും ദൈവമക്കളെയും അവിടെ നിന്ന് കർത്താവ് ഈ ഭൂമുഖത്ത് കാത്തുപരിപാലിക്കണമേ. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമാണെന്ന് ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുമ്പോൾ ഒരുക്കത്തോടെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടെ കൽപ്പന പ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കൃപകളെ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും അങ്ങ് കേട്ടിരിക്കുക സ്തോത്രം. ഞങ്ങൾ ഇന്ന് പകൽ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങൾ നടത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ഒരാഴ്ച ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വഴികളിലും, എല്ലാ കർത്താവെ ഞങ്ങൾ ഏർപ്പെടുന്നതായ വർക്കുകളിലും കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ഇന്ന് സഹായിക്കണമേ. ഒരുക്കണം, പ്രത്യാശ നടത്തണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്താം. ആശീർവചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ഇപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ തമ്പുരാൻ്റെ കൃപ, നിരന്തരമായി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സഹവാസം, നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മീതെ ദൈവമക്കളോടുകൂടെ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ കൂടെ ഇന്നു മുതൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിനായി നമുക്ക് വളരെ പ്രത്യാശയോടെ ഒരുക്കത്തോടെ ജീവിക്കാം. ഈ വരുന്ന ആഴ്ച നിങ്ങൾ കടന്നു വന്ന എല്ലാ വഴികളിൽ ദൈവ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഞായറാഴ്ച നമ്മളെ ഒരുമിച്ച് കൂടി വരുന്നവരെയും ദൈവിക പരിപാലനത്തിൽ നമുക്കായിരിക്കാം. ജീസസ് ഫാമിലിയുടെ എല്ലാ അണിയറ പ്രവർത്തനങ്ങളെ ഓർത്ത് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകമായി ജീസസ് ഫാമിലിയെക്കുറിച്ച് അറിയാത്തവർക്ക് നിങ്ങളിതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, ഇതിനെ പരിചയപ്പെടുത്തുക. എവിടെയെങ്കിലും ആരാധനയിൽ പോകാൻ കഴിയാതെ ഭവനങ്ങൾ കഴിഞ്ഞുകൂടുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിശ്ചയമായി ജീസസ് ഫാമിലിയുടെ ആരാധനയെക്കുറിച്ച് അറിയിക്കുക. നമുക്കൊരുമിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. God bless you.